പോകാം. സ്വർഗം നമ്മളെ സഹായിക്കുന്നല്ലോ. സ്വർഗത്തിലെ ദൈവം നമ്മളെ സകലതും സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. സകല കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കുന്നല്ലോ. നമുക്ക് നന്ദി പറയാം. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇത് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹത്തിന്റെ സമയമാണ്. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയമറിയും. കർത്താവിന്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ വാഗ്ദത്തങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കുന്നല്ലോ. സകല മേഖലയിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. വിവിധ വീര്യപ്രവർത്തികൾ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന സമയമാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾ നിൽക്കുക. ദൈവം ആലോചനയിൽ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ ആലോചനകളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് നന്ദിയോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. നന്ദിയോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്നൊരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ പെരുകുന്നല്ലോ. എല്ലാ മേഖലയിലും കർത്താവ് നമുക്ക് സാക്ഷ്യമായി തന്നെ ദൈവം നമ്മളെ മാറ്റും. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വലിയ കൃപയാൽ നിറയ്ക്കുമാറാകട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിന്റെ വചനം തുടർമാനമായിട്ട് കേട്ട് വരുന്നല്ലോ. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനത്തിന്റെ അകത്തും നമുക്ക് കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്നല്ലോ. നമുക്ക് ഇന്നും പ്രാർത്ഥനയോടെ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്തുനിന്നും പിന്നെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നല്ലോ. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഒരുക്കി വെക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് നമുക്ക് വേഗത്തിൽ പോകാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം മുതൽ നമുക്ക് ഇന്ന് കർത്താവിന്റെ വചനത്തിലൂടെ നമുക്ക് കേൾക്കാം. വേഗത്തിൽ തന്നെ ബൈബിൾ ഉള്ളവരൊക്കെ ബൈബിൾ എടുത്തു വെക്കുക. ഈ വചനങ്ങൾ നോട്ട് ചെയ്താട്ടെ. എന്നിട്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വസിക്കുന്നവർ ആ വചനത്തിന്റെ അകത്തിരിക്കുന്ന സകല നന്മകളെയും ഇന്ന് അനുഭവിക്കുവാൻ പാകത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ഇടയാക്കട്ടെ. അപ്പൊ എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം വായിക്കുന്നവരാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം വരികയും വേണം എന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. 2 കാര്യമാണ് പറയുന്നത്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു, നമ്മൾ നിറയുന്നവരായി തീർണം. വിശ്വാസ ജീവിതം നിറയുന്നവരുടെ ജീവിതമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കാലഘട്ടം ഇപ്പം നിങ്ങൾക്കറിയാം സുവിശേഷങ്ങളുടെ എതിർപ്പുകൾ ലോകത്തിൽ. ഞാനിപ്പം നമ്മുടെ പ്രയർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു എവിടെയോ ഇന്ത്യയിൽ എവിടെയോ നടന്ന ഒരു കാഴ്ച കാണാൻ ഇടയായി തീർന്നു. ഒരു മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്ന ഒരു കാഴ്ച. ഒരു പോലീസുകാരൻ ഒരു മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്ന ഒരു കാഴ്ച കാണാൻ ഇടയായി തീർന്നു, പബ്ലിക്കായിട്ട് തന്നെ. ഇപ്പം നമ്മൾ വസിക്കുന്ന രാജ്യത്ത് ഇതിനേക്കാൾ ക്രൂരമായ രീതിയിൽ പലതും സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിലത് കാണുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സുവിശേഷകർക്കുമൊക്കെ മഹാപീഡകൾ സംഭവിക്കുകയാണ്. അപ്പൊ വിശ്വാസി ആദ്യം തിരിച്ചറിയണം, നിങ്ങൾ നിറയുന്നവരായി വേണം. നോക്കിക്ക്, നിറയുന്നവരായി കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ ശക്തിയില്ലാതെ സുവിശേഷം പറയാൻ പോകരുത്. എന്താണ് ഈ ശക്തി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നമ്മുടെ ലീഡേഴ്സ് മീറ്റിങ്ങിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം.
ദൈവപ്രവൃത്തിയുടെ വലിയൊരു ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഒരു മനുഷ്യനും നിങ്ങളെ എതിർക്കുവാൻ കഴിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ പ്രാർത്ഥനക്കാരാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഒക്കെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടുകാർക്ക് നിങ്ങളിൽ നോക്കുമ്പോൾ ഒരു വ്യത്യാസം കാണുന്നില്ല. ഇന്നലകളിൽ നിങ്ങൾ എങ്ങനെയാണോ, ഇന്നലെ നിങ്ങളുടെ ബൈബിൾ ഇല്ലായിരുന്നു, ഇന്ന് ബൈബിൾ ഉണ്ട്. ഇതല്ലാതെ ഒരു വ്യത്യാസം അവർക്ക് കാണണം. നിറയുന്നവരുടെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ എന്ത് സംഭവിക്കത്തുള്ളൂ, അവര് പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാനും കേൾക്കുവാനും കഴിയുകയുള്ളൂ. ശ്രദ്ധിച്ചോണെ, നിറയുന്നവരാകണം. നോക്കിക്കേ, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 20-ാം വാക്യത്തിൽ എന്നാൽ നാം ചോദിക്കുന്നതിലും എന്ന വാക്കുകളുണ്ട്. എന്നാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? എന്നാൽ എന്ന് പറഞ്ഞാൽ അത്രയും നേരം പറഞ്ഞു വന്നതിന്റെ ബാക്കി ഭാഗം പോലെ പൗലോസ്ലീഹ പറയുകയാണ്, അങ്ങനെ നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞു വന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും യേശുക്രിസ്തുവിന്റെ എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നോക്കിക്കേ, അപ്പൊ ഒന്നാമതായിട്ട് നിങ്ങൾ ആത്മാവിൽ നിറയുന്നവരാകണം. ലൂക്കോസ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു പോയി എന്ന് പറഞ്ഞു. നോക്കിയേ, യോർദാൻ വിട്ടു പോയതിന് ശേഷം 40 രാവും പകലും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം 40 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഉപവാസത്തിലായിരുന്നു. ആ ഉപവാസം കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിന് വിശന്നു. അതിനുശേഷം പരീക്ഷകൻ വന്നു. പരീക്ഷകളിലൊക്കെയും യേശു ജയിച്ചു. കാരണം ആത്മനിറവിലാണ് യേശു നിൽക്കുന്നത്. ആത്മനിറവിൽ നിൽക്കുന്നവനെ സാത്താന് തൊടുവാൻ കഴിയത്തില്ല. ആത്മനിറവിൽ പോകുന്നവൻ എപ്പോഴും ഓർത്തോണം, നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ആത്മാവിൽ നിറയുന്നുള്ളത് നമുക്ക് പറയാം. അതിനുശേഷം ഞാൻ അത് അതിന് മുമ്പായിട്ട് ഇതൊന്ന് പറഞ്ഞോട്ടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ആവശ്യമില്ലാതെ ചോദിക്കുന്നവരെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. പകരം വചനപ്രകാരം ചോദിക്കുന്നവരാകണം. ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങൾ ചോദിക്കുന്നവർ ആകണം. ഹല്ലേലൂയ. അപ്പോൾ വചനപ്രകാരം ചോദിക്കുന്നവരായി നിങ്ങൾ തീരണം. ടോംസ് വേറെ വർഗീസ് വേറെ ഞാനത് നമ്മുടെ വെയിറ്റിംഗ് റൂമിലേക്കോട്ടൊന്ന് മാറ്റുവാണ് മീറ്റിംഗ്. അപ്പം ആരെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അവരെ അഡ്മിറ്റ് ചെയ്തേക്കണ പേര് നോക്കിയിട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ നമുക്ക് ഇന്നലെ അറിയാം. ഇന്നലെ പല പേരുകൾ നമ്മൾ വ്യത്യസ്തമായ ചില പേരുകൾ കണ്ടു. അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ഇപ്പോൾ അഡ്മിറ്റ് ഓൾ കൊടുത്തോ, കുഴപ്പമില്ല. അപ്പം ആത്മനിറവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വരുന്നവരാകണം. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ. ഒന്ന് ജസ്റ്റ് ഇവിടെ ഒരു പെട്ടെന്ന് അത്യാവശ്യമാവുന്നതാണ് മാറിയത്. കർത്താവ് സഹായിക്കട്ടെ. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. ഞാനിപ്പം ജസ്റ്റ് നമ്മുടെ വെയിറ്റിംഗ് റൂം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മീറ്റിംഗ് ലോക്ക് ചെയ്യാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ.
ഇവിടെ നോക്കിയേ. അപ്പൊ ഒന്ന്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിക്ക് കഴിയും. നോക്കിക്കേ. അപ്പൊ നമ്മൾ പലപ്പോഴും ചോദിക്കേണ്ടത് ദൈവവചനം അടിസ്ഥാനത്തിന്റെ മേലാകണം. നിങ്ങൾ ഒരു വിഷയം ദൈവസന്നിധിയിൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യം വചനത്തിന്റെ അടിസ്ഥാനത്തിലാകണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്നാ പിന്നെ എനിക്ക് തോന്നുന്ന എല്ലാം ചോദിക്കാം, എനിക്ക് കിട്ടുന്നതെല്ലാം ചോദിക്കാം. അല്ല, നിങ്ങൾ ചോദിക്കുമ്പോൾ വചനത്തിന്റെ അകത്തു നിന്നുകൊണ്ട്, വചനത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വചനത്തിന്റെ അകത്തു നിന്നുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഇരട്ടി ചെയ്യുവാൻ അത്യന്തം വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ചോദിക്കുന്നത് ചെയ്തു തരുവാനും ചോദിക്കുന്ന കാര്യം, അപ്പൊ എപ്പോഴും ഓർത്തോണം, ചോദിക്കുന്നത് വചനം ആദ്യം നമുക്ക് അറിയണം. വചനം അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാൻ അറിയാത്തത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണമാണ്. ഒരു ഭവനത്തിന് വേണ്ടി ഒരു വ്യക്തി ആഗ്രഹിക്കുക. ആ വ്യക്തിക്ക് ഒരു ഭവനം ആവശ്യമാണ്. അദ്ദേഹം ദൈവസന്നിധിയിൽ എനിക്കൊരു ഭവനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കർത്താവ് എനിക്കൊരു ഭവനം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നല്ല. ബൈബിൾ പറഞ്ഞു നിനക്ക് ഭവനങ്ങൾ തരും. ആവർത്തന പുസ്തകം 6:11 അല്ലേ? നിനക്ക് ഭവനമല്ല ഭവനങ്ങൾ തരും. അപ്പൊ ഈ വചനം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു, കർത്താവ് എനിക്ക് ഭവനങ്ങൾ തരും, ഭവനങ്ങൾ തരും. കർത്താവിന്റെ വചനം പറഞ്ഞ് എനിക്ക് ഭവനങ്ങൾ തരും. ഒന്നല്ല, ഒന്നിലധികം ഭവനങ്ങൾ തരുമെന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ അത് ദൈവം തരും. നാം ചോദിക്കുന്നതിലും, അടുത്തൊരു ബോണസാണ്, നിങ്ങൾ ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത്, ബ്രദറെ ബാങ്കുകാർ ലോണ് തരത്തില്ലെന്നാ പറഞ്ഞത്, എന്നെ ആരും സഹായിക്കത്തില്ല, എൻ്റെ കുടുംബക്കാർ സഹായിക്കത്തില്ല, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ല, ബ്രദറെ ഇനി എങ്ങനെ എനിക്ക് വീടുണ്ടാവും? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നെ കൂടെ പറഞ്ഞാട്ടെ, അതെന്റെ വിഷയമല്ല എന്ന് പറ. എങ്ങനെ സംഭവിക്കും എന്നുള്ളത് എന്റെ വിഷയമല്ല, എങ്ങനെ സംഭവിക്കും എന്നുള്ളത് എന്റെ വിഷയമല്ല. പക്ഷെ എനിക്ക് ചോദിക്കുവാൻ കഴിയുന്ന ഒരു ബലം എനിക്ക് തരുന്നത് ദൈവവചനമാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് എനിക്ക് ഭവനങ്ങൾ തന്നതിന് നന്ദി. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നു, എനിക്ക് ഭവനങ്ങൾ, നീ നട്ട് നനയ്ക്കാത്ത തോട്ടങ്ങളും സർവ്വതും നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങൾ ഞാൻ നിനക്ക് തരും. അപ്പൊ ഞാൻ വചനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ദൈവം എനിക്കത് തുറന്നു നൽകുന്നു. ഞാൻ വചനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ദൈവം എനിക്ക് നന്മകളെ തുറന്നു തരുന്നു. ഞാൻ വചനത്തിന്റെ അകത്തു നിന്നുകൊണ്ട് ചോദിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അത് തരാതിരിക്കുവാൻ കഴിയത്തില്ല. തമ്പുരാൻ എനിക്ക് അത് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെ അത് നടക്കുക തന്നെ ചെയ്യും. നോക്കിക്കേ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിറവ്. ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് നിറവ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒന്ന്, ദൈവസന്നിധിയിൽ പോയി ചോദിക്കണമെങ്കിൽ നമുക്ക് വചനത്തിന്റെ പരിജ്ഞാനം വേണം, വചനം നമുക്ക് അറിയണം. രണ്ട്, കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങൾ ചെല്ലുന്ന സമയത്ത്, ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് പോകുന്ന ഒരു വ്യക്തി ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നാണെന്നറിയാവോ? നിങ്ങൾക്ക് ആത്മനിറവ് ആവശ്യമാണ്. ആമേൻ. ആത്മനിറവ് ദൈവസന്നിധിയിൽ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ആത്മനിറവിൽ നമ്മൾ മുന്നോട്ട് പോകണം. ആത്മനിറവിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അഡ്മിറ്റ് ഓൾ കൊടുക്കല്ലേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. അപ്പൊ ആത്മനിറവിൽ ഒരു വ്യക്തി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ, ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്ക് പ്രാർത്ഥനയിൽ തന്നെ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ വേണം, ഞാൻ ഒറ്റയ്ക്ക് ഇത് ഡീൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഓരോ ശുശ്രൂഷയാണത്. അത് ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരിക. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് അത് കോണ്ടാക്റ്റിന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രയർ ലൈനിൽ സൗകര്യങ്ങൾ പറഞ്ഞാൽ മതി. അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു ശുശ്രൂഷയായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം ഉണ്ടാവും. ആമേൻ. അപ്പൊ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാക്കുകയും എല്ലാ നിറവിനോളം
അപ്പൊ നിറവ് നിങ്ങളിൽ വെളിപ്പെടണം. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു വീട്ടിൽ പോയിട്ട് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക കേട്ടോ. അപ്പൊ അവരെന്നാ പറയും? ഓ, സുവിശേഷ വിരോധികള്, നിങ്ങൾ ഞങ്ങളെ മതം മാറ്റാൻ വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ മേലുള്ള രോഗബന്ധനങ്ങളെ അഴിക്കുവാൻ നിങ്ങളുടെ അകത്ത് നിറവ് ആവശ്യമാണ്. നിങ്ങൾക്ക് നിറവ് ആവശ്യമാണ്. മനസ്സിലായോ? നിങ്ങൾ അവിടെ പോയിരുന്നുകൊണ്ട് പറയുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എവിടുന്നാ വന്നത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നേക്കാൾ അവിടെ ഇരിക്കുന്ന ഒരു ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിലൂടെ നടന്നാൽ ഏതാണ് എളുപ്പം? ഒന്ന് പറ. ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ എണീറ്റ് നടക്കുമ്പോൾ പിന്നെ നിങ്ങൾ എത്ര നേരം വചനം അവിടെ പറയണം? അവിടെ നിങ്ങൾ വചനം പോലും പറയണ്ട, അവർ നിങ്ങളുടെ പുറകെ വന്നോളൂ. മനസ്സിലായോ? ഇത് കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കുറവായതുകൊണ്ടാണ് ആളുകൾക്കകത്തോട്ട് ചോദ്യങ്ങൾ. നിങ്ങൾ എവിടുന്ന് വരുന്നു, എന്താ നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾ മതം മാറ്റാൻ വരുവാണോ? അവിടെ ചെന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നത് ബന്ധിതരെ മോചിപ്പിക്കാനും വിടുതൽ കൊടുക്കുവാനും യേശു നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ അഭിഷേകത്തിന്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, പ്രശ്നമല്ല ക്ഷമിക്കണം, അഭിഷേകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകത്തിന്റെ അകത്ത് നിറവ് ആവശ്യമാണ്. ഈ നിറവ് നിങ്ങളിൽ വേണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ദൈവത്തിന്റെ എല്ലാ നിറവ്, അനുഗ്രഹവും എന്നല്ല അവിടെ പറയുന്നത്, നിറവ് വ്യത്യാസമുണ്ട്. ആത്മാവിലാണ് നിറയുന്നത്. ആത്മാവിന്റെ നിറവിലേക്ക് വരണമെങ്കിൽ ഒന്ന്, എനിക്ക് ദൈവവചനത്തിന്റെ പരിജ്ഞാനം വേണം. എനിക്ക് ദൈവത്തോട് ചോദിക്കുവാൻ. ഞാനിത് രണ്ട് കൂട്ടരോട് പറയുവാണ്, പക്ഷേ രണ്ട് മിക്സറാണ്. ഒന്ന്, നിങ്ങൾ ക്രിസ്തുവിൽ ആദ്യമായിട്ടൊക്കെ പ്രാർത്ഥനയിൽ വന്ന് വിശ്വാസത്തിൽ വളരുന്നവരായിരിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. എങ്ങനെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങളെ അറിയിച്ച് അതിൻ്റെ മേലൊരു അത്ഭുതം മേടിക്കണമെന്ന് അറിയത്തില്ലായിരിക്കാം. അങ്ങനെയുള്ളവർക്കും ശുശ്രൂഷയിൽ, ഇനി നിങ്ങൾക്കും ശുശ്രൂഷയിൽ ബദർ, എനിക്കും, നിങ്ങളെല്ലാം ശുശ്രൂഷകരാണ്. ഇനി വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഈ 19ഉം 20ഉം വെച്ച് ഞാൻ അങ്ങ് പറയുക, രണ്ടുപേർക്കും ഗുണപ്പെടും. ആമേൻ. കേട്ടോണേ. അപ്പൊ നിങ്ങൾക്ക് നിറവിൽ വെളിപ്പെടണം. നിങ്ങൾ ആദ്യം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിറയുവാൻ ആത്മാവിലാണ് നിറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വരണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്. ഒന്ന് ഞാൻ പറയാം, ഇപ്പൊ ഉദാഹരണം പറയാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ വിളിച്ചിരിക്കുന്നു, അല്ലേ? അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഇനി ലൂക്കോസ് 4:19 ഞാൻ വേഗത്തിൽ പോയിട്ട് അങ്ങോട്ട് ഓടിയിരാവേ. അടുത്ത വാക്യത്തിൽ പറയുന്നു, മർക്കോസിൽ നിന്ന് ലൂക്കോസിലോട്ട് പോവുക. ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടുവിച്ചയക്കുവാനും ദൈവത്തിന്റെ പ്രസാദവർഷം അറിയിക്കുവാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇനി നേരെ മർക്കോസിലോട്ട് പോവാണ് 16 രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. നോക്കി. അപ്പോൾ നിങ്ങൾ ആരാണ്? സുവിശേഷം പറയുവാൻ വിളിക്കപ്പെട്ടവരും രോഗികളെ സൗഖ്യമാക്കാൻ വിളിക്കപ്പെട്ടവരും ഭൂതങ്ങളെ പുറത്താക്കാൻ വിളിക്കപ്പെട്ടവരുമാണ് യേശുവിനെ കർത്താവായി സ്വീകരിച്ച നിങ്ങൾ. പക്ഷെ നിങ്ങൾ അവിടെ പോയിട്ട് ഭയങ്കര വലിയ ചരിത്രം പറയും. ആരാന്നറിയാവോ യേശു? ആരാന്നറിയാവോ? ലോക ചരിത്രത്തിൽ AD അറിയാവോ? BC അറിയാവോ? അതറിയാവോ? ഇതറിയാവോ? അങ്ങനെ അറിയാവോ? ചരിത്രം അറിയാവോ? മത്തായി എവിടെ ജനിച്ചെന്നറിയാവോ? യേശുവിന്റെ ശവകുടീരം എവിടെയാണെന്നറിയാവോ? അതറിയാവോ? വലിയ ഹിസ്റ്ററിയൊക്കെ അങ്ങോട്ട് കലയ്ക്കുമ്പോൾ അവരവിടെ നിങ്ങൾ 2 തല്ലിൽ ഓടിച്ചു വിടും. ഹിസ്റ്ററി ഒന്നും ആർക്കും വേണ്ട. അഭിഷേകം ചലിക്കുവാൻ തുടങ്ങിയാൽ ഒരാൾക്ക് പോലും ഹിസ്റ്ററി വേണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ എന്തുകൊണ്ടാണെന്നറിയാവോ നിങ്ങളിവിടെ കൂടാൻ കാരണം? നമ്മുടെ മേൽ, അല്ലെങ്കിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന വ്യക്തികളെ ആകർഷിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ ഒരു ഒഴുക്ക് കൊടുത്തതുകൊണ്ടാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടി തോന്നും. ആർക്കെങ്കിലും പ്രാർത്ഥന ബോറടിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ആമേൻ. കർത്താവേ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ നമ്മുടെ കോസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാർ പേരുകൾ നോക്കിയിട്ട് മാത്രമേ ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാവുള്ളേ. പേര് നോക്കുക. അതിൻ്റെ അകത്ത് പേര് നോക്കിയതിന് ശേഷം നമ്മുടെ കൂട്ടത്തിലല്ലാത്ത ആൾക്കാരുടെ എല്ലാം, ഇന്നലെ നിങ്ങൾ കണ്ടായിരുന്നു, ആൾക്കാർ അനാവശ്യമായിട്ട് ഹാക്ക് ചെയ്തിട്ട് അനാവശ്യമായിട്ട് ശബ്ദം വെക്കുന്നത്, അശ്ലീല വീഡിയോസ് ഷെയർ ചെയ്യുന്നതും ബ്രദറിനെ കൊല്ലുമെന്നും പിടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംഭവം. അതൊന്നും കർത്താവ് നോക്കിക്കോളൂ. എങ്കിലും അനാവശ്യമായിട്ടുള്ള ഡിസ്ട്രാക്ഷനുകൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഇനിയും ശുശ്രൂഷകന്മാർ ഇതിൻ്റെ അകത്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവുക. ഇതാണ്ടിരിക്കുന്നതും ഒരു ശുശ്രൂഷ കേട്ടോ. ആമേൻ. അപ്പോൾ നിങ്ങൾ നോക്കി അവരെല്ലാം അഡ്മിറ്റ് ചെയ്യുക. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. പേര് നോക്കി ചെയ്യുക. ഇവിടെ നോക്കി. അപ്പം നിങ്ങൾക്ക് ഒന്നാമത് ആത്മാവിൽ നിറയുവാനുള്ള അവസരം എന്നാന്ന് വെച്ചാൽ അനുസരണം.
ഓ യേശുവേ. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ആദ്യമൊക്കെ ഈ പ്രാർത്ഥനയിൽ ഒരു സ്ഥലത്ത് ചെന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുമായിരുന്നു, ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ചെന്ന സമയത്തൊക്കെ ചില അപ്പച്ചന്മാർ ചോദിക്കുമായിരുന്നു, ഏത് ബൈബിൾ കോളേജിലാ പഠിച്ചത്, എവിടുന്നാ വരുന്നത്, എന്താ നിങ്ങളുടെ യോഗ്യത, നിങ്ങൾ വിവാഹം കഴിച്ചതാണോ, പിള്ളേരുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വലിയ വലിയ ചോദ്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഭാരമായിരുന്നു, കർത്താവേ ഇതെങ്ങനെയാണ്, ഞാൻ ഇതിനുള്ള കഴിവും പ്രാപ്തിയൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് അന്ന് ഞാൻ പക്ഷെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു സുവിശേഷം പറയുവാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, ചോദ്യങ്ങളല്ല പരിശുദ്ധാത്മാവിന് ആവശ്യം, പകരം പരിശുദ്ധാത്മാവിന് ആവശ്യം അനുസരിക്കുന്നവരെയാണ്. കേട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ അത് അനുസരിച്ചു, ഞാൻ ഇന്നും ഞാൻ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ വിശ്വാസം, എന്നിലൂടെ യേശു രോഗികളെ സൗഖ്യമാക്കും. എൻ്റെ കൂടെ പറഞ്ഞ്, എന്നിലൂടെ എൻ്റെ യേശു രോഗികളെ സൗഖ്യമാക്കുമെന്ന് പറ. എന്നിലൂടെ എന്റെ യേശു രോഗികളെ ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ എവിടെ ചെന്നാലും അപ്പൊ നിങ്ങൾ ആത്മാവിന്റെ നിറവ് വെളിപ്പെടുവാൻ ആദ്യം ചെയ്യേണ്ടത്, യേശു പറയുന്നത് അനുസരിച്ചപ്പോൾ, അല്ലെങ്കിൽ വചനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കാൻ തുടങ്ങിയാൽ ഒന്നാമത് നിങ്ങളുടെ അകത്ത് നിറവ് വെളിപ്പെടും. ഇപ്പൊ ഞാൻ പെരക്കകത്ത് കയറിയിരിക്കുക, ഓ ഞാനൊന്നും പറഞ്ഞാലൊന്നും ആരും കേൾക്കത്തില്ല, നിറവ് വരത്തില്ല കേട്ടോ, നിറവ് വരത്തില്ല. രോഗികളെ കാണുമ്പോൾ എനിക്കുള്ള കഴിവൊന്നുമില്ല, പ്രത്യേക കൃപ ലഭിച്ചവരാ, നിറവ് വരത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ആരാണോ അനുസരിക്കുന്നത് അവരിലൂടെ മാത്രമേ നിറവുകൾ ഉണ്ടാകുകയുള്ളൂ, അവരിലൂടെ മാത്രമേ നിറവുകൾ വരികയുള്ളൂ. നിങ്ങളിപ്പോ വചനം അനുസരിച്ച് നിങ്ങൾ നാളെ മുതൽ, ഞാൻ എപ്പോഴും പറഞ്ഞ് ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ആളുകളെ പോയി കൺവിൻസ് ചെയ്യാൻ നിൽക്കരുതേ. ഞങ്ങളുടെ യേശു ആരാന്നറിയാവോ, ഞങ്ങളുടെ യേശു ആരാന്നറിയാം. എന്തിനാണ് നിങ്ങൾ അവിടെ പോയത്? യേശുവിനെ തെളിയിക്കാൻ വേണ്ടി പോകുന്നത്. അതിനേക്കാൾ എളുപ്പമല്ലേ ഒരു ക്യാൻസർ രോഗി ഒരു പട്ടണത്തിന്റെ മേൽ സൗഖ്യമായാൽ, നടക്കാത്തവൻ നടന്നാൽ, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റാൽ, പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് യേശു ആരാന്നറിയാവോ? ഒന്നും ചോദിക്കണ്ട. അപ്പോസ്തല പ്രവൃത്തിയിൽ കാരാഗൃഹത്തിലെ പ്രമാണി ചോദിച്ച്, രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യണം? കണ്ടോ, രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യണം? നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിങ്ങളൊന്ന് യേശുവിന്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി സുവിശേഷം ഒന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഓടിപ്പോകരുതേ. സഹോദരി, ആ രോഗിയെ കൊണ്ടുപോവാ, ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ. സൗഖ്യം നടന്നില്ലെങ്കിലോ പിന്നെയും പ്രാർത്ഥിക്കുക. 10 വീടുകളിൽ പോയി യേശുവിന്റെ സുവിശേഷം പറയുകയും അവിടെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം നിങ്ങളുടെ ഉള്ളിൽ പ്രവചനങ്ങൾ തരും. അവരോടൊക്കെ ഒന്ന് സംസാരിച്ചേ. നിങ്ങളിലൂടെ നിറവുകൾ ഒഴുകുന്നത് കാണുവാൻ കഴിയും. അനുസരിക്കുന്നവനിലൂടെ നിറവുകൾ ഒഴുകും. ആമേൻ. ഇനി രണ്ടാമത്തെ ഞാൻ പറയുന്നു, നാം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. ദൈവം പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നതിലും. അപ്പൊ ഞാൻ ചോദിക്കണം. അപ്പൊ എന്താണ് ഞാൻ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ചോദിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ വെയിറ്റിംഗ് റൂമിലേക്ക് വരുന്നവരെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. സൗകര്യങ്ങളെ നിങ്ങൾ അഡ്മിനായി നിൽക്കുന്നവർ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി, പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരെല്ലാം അപ്പൊ തന്നെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാനും കൂടി പറയണേ. ഓക്കെ, അത് കുഴപ്പമില്ല. അതിവിടെ ഞാൻ ഓപ്ഷൻ മാറ്റിയിട്ടേക്കാം, കുഴപ്പമില്ല, അത് പ്രശ്നമില്ല, ഇവിടെ നിന്ന് മാറത്തില്ല. അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കിയേ, നിങ്ങൾ കർത്താവിന്റെ നിറവിനോളം നിറയുന്നവരാണ്. അപ്പം നിങ്ങൾ വചനം അനുസരിക്കുമ്പോൾ, അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറഞ്ഞത്, ഈ പരിശുദ്ധാത്മാവിന്റെ ചില പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു കാര്യം അനുസരിക്കുന്നത് പരിശുദ്ധാത്മാവിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് എന്നിൽ നിറവുകളായി മാറുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മളിൽ നിറവുകളായി ദൈവത്തമ്പുരാൻ മാറ്റുന്നത്. ഇപ്പൊ നിങ്ങളിപ്പം ഉദാഹരണമായിട്ട് പറയും, നിങ്ങളൊരു കാര്യം അനുസരിക്കുന്നു, കർത്താവിന്റെ വചനം കേട്ട് കഴിയുമ്പോഴേക്കും ദൈവവചനപ്രകാരം നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ, ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ തുടങ്ങിയാൽ തന്നെ നിറവ് ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കും. സുവിശേഷം പറഞ്ഞു നോക്കി, അയ്യോ ബ്രദറെ, അതിന് ഞാൻ എന്നാ ചെയ്യണം? ഇന്ന് മുതൽ കർത്താവ് അനേക വീടുകളിൽ എന്നെ അയക്കണം കർത്താവെ, അനേക ഇന്ന് മുതൽ പ്രഖ്യാപിക്കണമേ, അനേക രോഗികൾ എന്നിലൂടെ സൗഖ്യമാകുന്നത് ഞാൻ കാണും, അനേക തലമുറകൾ എന്നിലൂടെ വിടുവിക്കപ്പെടുന്നത് ഞാൻ കാണും, അനേക തലമുറകൾ എന്നിലൂടെ അത്ഭുതകരമായ പ്രവൃത്തികളിലേക്ക് വരുന്നത് ഞാൻ കാണും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നു മുതൽ പ്രഖ്യാപിക്കണം. ഇന്നു മുതൽ നിങ്ങൾ പ്രഖ്യാപിക്കണം. ഇന്നു മുതൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളിലേക്ക് ആളുകൾ തന്നെ വരുവാൻ തുടങ്ങും. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്,
താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കർത്താവിന്റെ വചനത്തെ നിങ്ങൾ അനുസരിക്കുമ്പോൾ നിറവ് വെളിപ്പെടുന്നു. ഇനി രണ്ടാമത് ഞാൻ പറയുകയാണ്, ചോദിക്കുന്ന കാര്യം ഞാൻ പറയുകയാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരു വിഷയം ചോദിക്കുമ്പോൾ, ഒരു പ്രാർത്ഥനാ വിഷയം പറയുമ്പോഴേക്കും ബ്രദറെ എന്തുകൊണ്ടാണ് നമുക്ക് സംശയം വരുന്നറിയാവോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പല ഒരാളോടല്ല കേട്ടോ, ഒരാൾ എനിക്ക് കേൾക്കുവാണെങ്കിൽ എന്നോട് ദേഷ്യം പെടരുത്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, അല്ല ഞാനിത് പറയുന്നില്ല, ഇനിയിപ്പോൾ അത് വിഷമാകണ്ട. ആമേൻ. നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാന ഘടകം, ദൈവവചനത്തിൽ എപ്പോഴും നമുക്കൊരു ഉറപ്പിലേക്ക് നമ്മൾ വരണം. ഈ ഉറപ്പിലേക്ക് വരണമെങ്കിൽ ഓർത്തോണേ, നമ്മുടെ അകത്ത്, നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വിചാരിച്ചു. നല്ലൊരു ഭവനം നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് നല്ലൊരു വീട് ആവശ്യമാണ്. അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു സാധ്യതയും ആദ്യം നിങ്ങൾ നോക്കരുതേ. ഓക്കെ, ഇനി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു വഴിയാണ് തുറക്കുന്നത്, കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറ്റമൊന്നും പറഞ്ഞു, നാളെ പറഞ്ഞ ഒരു സഹോദരി പറഞ്ഞു ഉള്ള ലോൺ ഞാൻ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ചെയ്യരുത്. ചില ദൈവം ഓരോ വഴി തുറക്കുന്ന, അടയ്ക്കാനുള്ള വഴിയും ദൈവം തുറക്കും. പക്ഷെ ഓർത്തോണേ, എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ദൈവം ഒരു കാര്യം നമുക്ക് തരാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം ഒരു കാര്യം തരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ പറയുവാണ്, യഹോവ ആവർത്തന പുസ്തകത്തിലെ വാക്യമാണ്, ഞാൻ നട്ടു നനയ്ക്കേണ്ട തോട്ടവും സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഒരു ഭവനം. അതായത് ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടെന്ന് അതിൻ്റെ അർത്ഥം. ഫുൾ, ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഭവനം. അതായത് നിങ്ങൾ പ്രത്യേകിച്ച് അലമാരി മേടിക്കേണ്ട, നിങ്ങൾ പ്രത്യേകിച്ച് സെറ്റ് മേടിക്കേണ്ട, എല്ലാം ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു ഭവനം നിങ്ങൾക്ക് തരും, ഉറപ്പായിട്ടും തരും. നോക്കിക്കേ. അപ്പൊ നിങ്ങളിത് ഇങ്ങനെ ഈ വിഷയം വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് പറയണം, കർത്താവ് എനിക്ക് നല്ലൊരു ഭവനങ്ങൾ തരും, ഭവനങ്ങൾ തരും, ഭവനങ്ങൾ തരും. ഈ വചനം പറയുമ്പോൾ വചനം നിങ്ങളുടെ അകത്ത് ഉറപ്പായിട്ട് തന്നെ മാറിക്കോളും. നിങ്ങൾ വചനം പറയുമ്പോൾ തന്നെ വചനം ഉറപ്പായിട്ട് മാറുമ്പോൾ ഈ ഉറപ്പ് എന്ത് ചെയ്യുന്നറിയാവോ? ഡോറുകളെ തുറന്നു തരും. ആമേൻ. ഈ ഉറപ്പിന്റെ അകത്തു നിന്നും ഡോറുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരും. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞൊരു വാക്ക് കണ്ടോ, ഞാൻ നിമിത്തം യഹോവ നിന്നെ അനുഗ്രഹിച്ചു. അപ്പൊ യാക്കോബിന് ആദ്യം ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ കാല് കുത്തുന്ന വീട് അനുഗ്രഹിക്കപ്പെടും. ഇത് യാക്കോബിന്റെ വിശ്വാസമാണ്, യാക്കോബിന്റെ ഉറപ്പാണ്. ഈ ഉറപ്പിന്റെ അകത്ത് നിൽക്കുന്നിടത്തോളം കാലം യാക്കോബിനെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഇവന്റെ ഉറപ്പാണ് ഈ സാധ്യത മൊത്തം തുറക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം ദൈവത്തോട് ചോദിക്കുക, യേശുവേ അങ്ങയുടെ വചനം പറയുന്നുണ്ടല്ലോ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന്. അപ്പൊ കർത്താവിന്റെ യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാ, കർത്താവ് എൻ്റെ രോഗത്തെ, എൻ്റെ ബ്ലഡ് ഷുഗറിനെ യേശു വഹിച്ചതാ, എൻ്റെ ബ്ലഡ് പ്രഷറിനെ യേശു വഹിച്ചതാ, എൻ്റെ ഇനിയിപ്പോൾ എന്ത് രോഗമായിക്കോട്ടെ അതെല്ലാം യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ വഹിച്ചതാ. അതുകൊണ്ട് യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വരുമെന്ന് പറയുമ്പോൾ സാധ്യതകൾ എൻ്റെ അകത്തോട്ട് തുറക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വചനപ്രകാരമായതുകൊണ്ട് കർത്താവിനത് തിരസ്കരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇതിനാണ് റൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ റൈറ്റ് പറയത്തില്ല. നിങ്ങളിപ്പം ഉദാഹരണമായിട്ട് എനിക്കൊന്ന് മനസ്സിലാകുന്ന നമ്മളൊരു റൈറ്റ് പ്രകാരം ഒരു കാര്യം ചോദിച്ചു, അതിൻ്റെ ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞു തന്നെ, എനിക്ക് പെട്ടെന്ന് മനസ്സിലൊന്നും വരുന്നില്ല. ഇത് ചോദിച്ചാൽ ഇത് കിട്ടാൻ റൈറ്റ് ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞേ, ഒരു ഉദാഹരണം പറഞ്ഞേ. എന്റെ ജോലി ചെയ്തിട്ട് സാലറി ചോദിക്കുന്നത്, തലമുറകളെ ആത്മീയ ജനനങ്ങള്, ഭൗതിക ജനനങ്ങള്, രാത്രി സുഖകരമായ രോഗശാന്തി എനിക്ക് നിർബന്ധമാണ്. അല്ല, എനിക്ക് മാനുഷികമായിട്ട് നമ്മുടെ ഭൂമിയിലുള്ള ഒരു റൈറ്റ്, അതായത് ഇത് കിട്ടാൻ ഓക്കെ, നിങ്ങൾക്ക് അത് കിട്ടാൻ റൈറ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു സംഭവം ഒന്ന് പറഞ്ഞു. ഞാൻ ഈ ഉദാഹരണം പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഒരു ഉദാഹരണം ഞാൻ ജോലി ചെയ്ത ജോലി ചെയ്താൽ സാലറി എന്റെ അവകാശം. എപ്പോഴും പറഞ്ഞ ഉദാഹരണം സമാധാനത്തോടെ ജീവിക്കും. ഞാൻ മാനുഷികമായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ സ്പിരിച്വലി ഇങ്ങനെ പറയാതെ നിങ്ങൾ കേട്ട് നോക്കി. ഞാൻ ഈ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരേ ഉദാഹരണങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എപ്പോഴും കേട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഉദാഹരണമായിട്ട് ഞാൻ തന്നെ ഇനിയിപ്പോൾ പറയാം. റൈറ്റ്, ഇപ്പൊ നിങ്ങൾ ഒരു എന്താ പറയുന്നത്, ഒരു
ഉള്ളതൊന്നും മനസ്സിലും വരുന്നില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ ഇട്ടു. ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ ഇട്ടതിന് ശേഷം നിങ്ങൾ ആ ബാങ്കിലെ പാസ്ബുക്കുമായിട്ട് ബാങ്കിലോട്ട് ചെല്ലുക. ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അവിടുത്തെ റിസപ്ഷനിൽ ചെല്ലുമ്പോഴേക്കും പറയും എനിക്ക് വിഡ്രോ ചെയ്യണം എൻ്റെ പൈസ എന്ന്. വിഡ്രോ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ നിങ്ങളുടെ അങ്ങനെ ചുമ്മാ ഒന്നൊന്നും വിഡ്രോ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, അതാണ് ഇതാന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസുകൾ പറയുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ അവര് പറയും സാറേ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ പൈസ വേണോ? ആ വേണം. കാര്യം നിങ്ങൾക്ക് അവിടെ റൈറ്റ് ഉണ്ട്. നിങ്ങൾ അക്കൗണ്ടിൽ അവിടെ പൈസ ബാങ്കിൽ സേവ് ചെയ്തിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ അവിടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ചോദിക്കുവാൻ റൈറ്റ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതേപോലെ തന്നെ വചനപ്രകാരം ചോദിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. നിങ്ങൾ ചുമ്മാ വന്ന് ബഹളം വെക്കുന്നവരല്ല. ചുമ്മാ യേശു പറഞ്ഞില്ല ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുന്നവരല്ല. നിങ്ങൾ ആ നിയമപ്രകാരം ചോദിക്കുകയാണ്. കർത്താവ് എനിക്ക് വീടില്ല, തരണേ 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 എന്നല്ല. ബൈബിൾ പറയുന്നു നീ നട്ടു നനയ്ക്കേണ്ട തോട്ടങ്ങളും സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളും നിനക്ക് തരുമെന്ന്, പട്ടണങ്ങൾ തരുമെന്ന് കർത്താവെ വചനം പറയുന്നു. എനിക്ക് ഭവനങ്ങളെ തന്നതിന് ഇപ്പൊ സ്വർഗം നോക്കുമ്പോൾ കറക്റ്റാ കർത്താവെ, ഇവൻ കറക്റ്റ് റൈറ്റിലാ ചോദിക്കുന്നത്. കണ്ടോ, ഇവനെ നിയമപ്രകാരമാ ചോദിക്കുന്നത്. ഇവന്റെ കയ്യിൽ വചനമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പാസ്ബുക്ക് കയ്യിലുണ്ടോ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവിടെയുണ്ടോ, അങ്ങനെയെങ്കിൽ ഒരു ചെക്ക് ലീഫ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഷീറ്റ് അവർ തരും. ഇതിലെ സാറെ തുക എഴുതിക്കെങ്കിൽ തന്നേക്ക്, ഇപ്പൊ തന്നെ വിഡ്രോ ചെയ്തേക്കാം എന്ന് പറയും. പക്ഷെ അക്കൗണ്ട് നമ്പരും ഇല്ല, ഒന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഓടിക്കും നിങ്ങളെ, അല്ലേ? എന്ത് റൈറ്റാ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ? അത് നിങ്ങൾ പറയും എൻ്റെ അക്കൗണ്ടിൽ എടുക്കുന്ന 10 ലക്ഷം ഇങ്ങി താ എന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ രൂപം നോക്കിയിട്ടല്ല അവർ തരുന്നത്, പകരം റൈറ്റ് നോക്കിയിട്ടാണ്. എന്താ റൈറ്റ്? നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടോ, ഉണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ ഏതാണ്? അക്കൗണ്ട് നമ്പർ പറയുമ്പോഴാണ് നിങ്ങൾ ഇനി എത്ര പരിചയപ്പെടുത്തിയാലും എന്തെല്ലാം പറഞ്ഞാലും അവർക്ക് വേണ്ടത് റൈറ്റ് ആണ്. നിങ്ങൾക്കത് തരാൻ എന്തു റൈറ്റ് ആണ് ഉള്ളത്, അവരതാണ് നോക്കുന്നത്. ആ റൈറ്റ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായെങ്കിൽ ഉറപ്പായിട്ടും ബാങ്കിൽ കിടക്കുന്ന കാശ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതേപോലെ തന്നെ ദൈവവചനം എനിക്ക് റൈറ്റ് ആണ്. ഈ വചനം എനിക്ക് റൈറ്റ് ആണ്. ഈ വചനം എനിക്ക് ദൈവസന്നിധിയിൽ നന്മകളെ വിളിച്ചു വരുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി തീരും. ദൈവവചനം ആരാണോ വിശ്വസിക്കുന്നത് അവരിലൂടെ ദൈവപ്രവൃത്തികൾ ഉണ്ടാകുവാൻ വചനം പറയുന്നു. നിനക്ക് റൈറ്റുകൾ ഉണ്ടെന്ന വചനം പറഞ്ഞു. ആമേൻ. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭർത്താവിന്റെ വചനപ്രകാരമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇത് റൈറ്റിന്റെ അകത്ത് നാം പറഞ്ഞില്ലേ ചുമ്മാ കാളം പൂളം പ്രാർത്ഥിക്കരുതേ. വെറുതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഉദാഹരണം മനസ്സിലാക്കാറ്, ബാങ്കിൽ പോയിട്ട് എന്റെ കാശുതാ 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 എന്ന് പറഞ്ഞാൽ എന്നാ അവിടെ സംഭവിക്കുന്നത്? ഒന്ന് പറ. ബാങ്കിൽ പോയിട്ട് എനിക്ക് കാശുതാ കാശുതാ എന്ന് പറഞ്ഞാൽ എന്നാ പറയും അവര്? സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കും അല്ലേ? അപ്പൊ ചോദിക്കും അതെന്തുവാ? ഞാൻ ചോദിച്ചത് വേറൊന്നുമല്ല, കാശല്ലേ ചോദിച്ചത്. എന്തിനാ സെക്യൂരിറ്റിക്കാരാ എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും എന്ന് ചോദിച്ചാൽ അവര് പറയും ഇവിടെ അക്കൗണ്ട് നിനക്ക് റൈറ്റ് ഉണ്ടോ കാശെടുക്കാൻ? കണ്ടോ, അവിടെ ഇങ്ങനെ സെക്യൂരിറ്റി ചോദിക്കും നിനക്ക് കാശെടുക്കാൻ റൈറ്റ് ഉണ്ടോ? എന്താ നിന്റെ റൈറ്റ്? ഇവിടെ കാശ് കിടക്കുന്നുണ്ട്, അത് നിനക്ക് കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് അക്കൗണ്ട് നമ്പർ ആവശ്യമാണ്. ഇതേപോലെ അത്ഭുതം വേണോ? നിങ്ങൾ ചോദിക്കുന്നത് ലഭിക്കണമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് റൈറ്റ് വേണം, അതായത് റൈറ്റ് വേർഡ് വേണം. ഇത് കയ്യിൽ വെച്ചോണ്ട് വേണം ചോദിക്കാൻ. അതുകൊണ്ടാണ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ കാരണം. വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിയമപ്രകാരം നിങ്ങൾക്ക് ലഭിക്കുവാൻ യോഗ്യതയുണ്ട്. തമ്പുരാൻ അത് തന്നിരിക്കും. ഒരു പിശാചിനും അത് തടയാൻ കഴിയത്തില്ല, അറിയാവോ? അപ്പൊ ഈ ദിവസങ്ങളിൽ വചനം പറഞ്ഞ് ദൈവത്തോട് പറ. അപ്പാ അങ്ങയുടെ വചനം പറയുന്നുണ്ടല്ലേ യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഡോക്ടർ പറയുന്നത് നീ മരിച്ചു പോകുമെന്ന്. ഡോക്ടർ പറയുന്നത് നീ മരിക്കുമെന്ന്. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നു റൈറ്റ് ഉണ്ട്. അപ്പ എനിക്ക് സൗഖ്യം കിട്ടുവാൻ റൈറ്റ് ഉണ്ട്. യേശുവിന്റെ അടിപ്പിണരാൽ എനിക്കത് ലഭിക്കുവാൻ റൈറ്റ് ഉണ്ട്. ഞാൻ യേശുവിന്റെ അത്ഭുതം കാണും. ആമേൻ, ആമേൻ. അപ്പൊ റൈറ്റ് ഉള്ളവനാണ് കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ലഭിക്കാത്തതിന്റെ കാരണം പല ആൾക്കാർ ചുമ്മാ കിടന്ന് ബഹളം വെക്കുക. എന്നാൽ ചുമ്മാ കിടന്ന് ബഹളം വെക്കുന്നതൊക്കെ നിർത്തിയിട്ട് ഒരു റൈറ്റ് പാർട്ടിലേക്ക് ഒന്ന് വാ, റൈറ്റ് പാറ്റേണിലേക്ക് ഒന്ന് കയറി വാ. ഇനി അടുത്ത നിറവ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാവേ. ഇത് രണ്ടും മിക്സ് ചെയ്തെന്ന് പോകുന്നത് കൊണ്ടാണ്.
നമുക്ക് ഇത്രയും ഇത് വരുന്നത് സ്ട്രഗിളല്ല, ഇത്രയും അങ്ങോട്ടുണ്ട് ഞാൻ രണ്ടാക്കി പറയുക. ഇനി ആത്മനിറവിൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹമുള്ള വ്യക്തികൾ ആദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വചനം അനുസരിക്കുന്നവർ ആകണം. ആമേൻ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളം മട കൊണ്ട് ഒരു വശത്ത് തടഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഡാമൊക്കെ അങ്ങനെയല്ലേ, തടഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒഴുക്ക് നിന്നു പോകും. ശക്തമായി ഒഴുകി വന്നിരുന്നതായിരുന്നു, പക്ഷെ ഡാം കെട്ടി അടച്ചത് നിമിത്തം എന്ത് സംഭവിച്ചെന്നറിയാവോ? അതിന്റെ ഒഴുക്ക് നിന്നുപോയി. ഇതേപോലെ ദൈവവചനത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ദൈവവചനത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ദൈവവചനത്തെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ അകത്ത് നിറവൊഴുകത്തില്ല. നിങ്ങളുടെ അകത്ത് നിറവൊഴുകത്തില്ല. അവിടെ ഡാം കെട്ടി അടയുന്നത് പോലെ ദൈവപ്രവർത്തികൾ തടയപ്പെടും. ആമേൻ. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഉറപ്പിച്ചോണേ, നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ബലമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുക, ഒരു ഡോക്ടർ വന്നിട്ട് ഒരു പേഷ്യന്റിനെ കണ്ടിട്ട് ചോദിക്കുക ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഡോക്ടർ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നിട്ട് പറയാം ഞാനിപ്പോൾ ഇവിടെ എന്നാ ചെയ്യേണ്ടത് എന്നൊരു ഡോക്ടർ ചോദിച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് വായും പൊളിച്ചിറങ്ങി ഓടുവല്ലേ? കാരണം വെച്ചാൽ ഒരിക്കലും ഒരു ഡോക്ടർ എന്ത് ചെയ്യത്തില്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആളാണ്, അവിടെ സർജറി ചെയ്യേണ്ട ആളാണ്. അപ്പൊ അങ്ങനെ ഒരാള് അത് ചെയ്യാതിരുന്നാൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അനേകരെ സൗഖ്യമാക്കുവാൻ ഉള്ളവരാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ, നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പ് വേണം. യേശു പറയുന്നുണ്ട്, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചാൽ വല്ലതും, നിങ്ങൾ പ്രാർത്ഥിച്ചാലേ സൗഖ്യം നടക്കത്തുള്ളൂ എന്ന് നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞ് ബലപ്പെടുത്തിക്കേ. സ്വന്തമായിട്ട് പറ, എന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നത് എന്നിലൂടെയാണ്. ഞാനിപ്പോ ആയിരിക്കുന്ന ചുറ്റുവട്ടം, എന്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടുന്നത് എന്നിലൂടെയാണ്. എന്റെ കുടുംബക്കാർ യേശുവിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് എന്നിലൂടെയാണ്. ഓ യേശുവേ, സ്വന്തമായിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞ് ബലപ്പെടുത്ത്, നിറവ് വെളിപ്പെടും. ആമേൻ. നിങ്ങൾക്ക് അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നിട്ട് ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം, കർത്താവ് എന്നാ തെളിവ്? ഇന്നലെ വരെ ഞങ്ങൾ കണ്ടതാണല്ലോ യേശുവെ, അങ്ങ് യോസേഫ് പിതാവിന്റെ കൂടെ നല്ല ഒന്നാന്തരം ഒരു മരപ്പണി ചെയ്തുകൊണ്ട് നല്ല ഒന്നാന്തരം മേശ ഉണ്ടാക്കി ഞങ്ങൾ കണ്ടതാണല്ലോ. പെട്ടെന്ന് എവിടുന്നാണ് 30-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് വന്നിട്ട് പറയുക, ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടിവിച്ചയക്കുവാനും ദൈവത്തിന്റെ പ്രസാദ വർഷം അറിയിക്കുവാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നാ തെളിവ്? അയ്യോ, അപ്പൊ കർത്താവ് പറയുക തെളിവെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. യേശു പറയാം എനിക്ക് ഉറപ്പാണ്. കണ്ടോ, യേശു തന്നെത്താൻ വിശ്വസിക്കുക. അവിടെ യേശുവിന്റെ കൂടെ ആമേൻ പറയാൻ ആരുമില്ല. അയ്യോ യേശു ആണോ, എന്നാൽ ഇപ്പോ ഭയങ്കരവാ. കർത്താവിന്റെ അകത്ത് ആ ഉറപ്പ് നമ്മളെ വെളിപ്പെടുത്തും. ആ ഉറപ്പ് നിന്നുകൊണ്ടാണ് യേശു പറഞ്ഞാൽ വരുവാനുള്ള മശിക ഞാനാണ്. അപ്പൊ ലോകത്തിൽ യേശുവിന്റെ സാക്ഷിയാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഇതുപോലെ ശ്രദ്ധിച്ചോണേ, ഈ സുവിശേഷം പറയാൻ വേണ്ടി എത്ര പേര് സുവിശേഷം പറയാൻ വേണ്ടി പോകുന്നവരുണ്ട്? സുവിശേഷം പറയാൻ വേണ്ടി പോകുന്നവർ എത്ര പേരുണ്ട്? എനിക്ക് ഒത്തിരി പേര് വെയിറ്റ് ലിസ്റ്റിൽ കിടക്കുവാണല്ലോ. എന്നാ ചെയ്യുന്നു? നിങ്ങൾ പോകുന്നവരുണ്ടെങ്കിൽ വചനം പറയാൻ വേണ്ടി പോകരുതേ. നിങ്ങൾ വെറുതെ അവിടെ പോയി വചനം പറയാനാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചേക്കുന്ന മൊത്തം എങ്ങനെയെങ്കിലുമൊക്കെ സുവിശേഷം പറയണം. ഇങ്ങനെ ആരും പോകരുതേ. സുവിശേഷം പറയുകയും ബന്ധിതരെ മോചിപ്പിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ വേണം പോകാൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം നടക്കാൻ. അല്ലാതെ അവിടെ പോയിട്ട് സുവിശേഷം പറയുന്നു, അവർ നിങ്ങളെ പിടിച്ച് ഇടിക്കുന്നു, നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടുന്നു, സുവിശേഷ വിരോധികൾ ഞങ്ങളെ തല്ലുന്നു, ഓടിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവിടെ ഇരിക്കുന്ന മുടന്തനെ എണീപ്പിക്ക്. തകർന്നിരിക്കുന്ന ഭവനത്തിന്റെ അകത്ത് നിങ്ങൾ കൈവച്ച് അവനെ എണീപ്പിക്ക്. അപ്പോസ്തലന്മാർ അതല്ലേ ചെയ്തത്. ജന്മനാ മുടന്തനായവനെ ജനം കാണുകെ, സകലരും കാണുകെ യേശുവിന്റെ നാമത്തിൽ അവനെ എണീപ്പിച്ചു. തർക്കിക്കാൻ വന്നവർ, ബൈബിൾ ഒരു വാക്യമുണ്ട്, എനിക്ക് ആ വാക്യം എടുത്തു തരാവോ? സൗഖ്യമാക്കിയ മനുഷ്യൻ അവരുടെ കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർക്കുവാൻ കഴിഞ്ഞില്ല എന്നൊരു വാക്യം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. കണ്ടോ? എതിർക്കാൻ വന്നവന്റെ വാ അടഞ്ഞുപോയി.
അവൻ വലിയ ഷോ കാണിക്കാൻ വേണ്ടി വന്നതാ. പത്രോസ്ലീഹാനെയും യോഹന്നാനെയും കൂടെ ഇപ്പൊ പിടിക്കാൻ വേണ്ടി പിടിച്ചു. അവർ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഉപദ്രവിക്കുമെന്ന് വാണിംഗ് കൊടുത്തു. പക്ഷെ അവർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, എതിർക്കാൻ പറ്റുന്നില്ല. സുവിശേഷത്തെ എതിർക്കുവാൻ കഴിയാത്ത രീതിയിൽ ആത്മനിറവിന്റെ ശുശ്രൂഷകർ പുറത്തു വരണം. കഥ പറയുന്നവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. സത്യം ഞാൻ പറയാലോ, യേശു കർത്താവാണ് നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തിൽ എല്ലാ പ്രാവശ്യവും ക്രിസ്മസ് ട്രീ വരെ എന്ത് ചെയ്യുന്നുണ്ട്? സുവിശേഷം പറയുന്നുണ്ട്. ക്രിസ്മസ് കേക്ക് വരെ അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പറയണ്ട. പക്ഷെ നിങ്ങൾ അവിടെ തെളിയിക്കാൻ വേണ്ടി വിളിച്ചവരാ. നിങ്ങൾ ചരിത്രം പറഞ്ഞ് തെളിയിക്കുന്നവരല്ല, ദൈവത്തിന്റെ നിറവിന്റെ അകത്ത് നിന്നുകൊണ്ട് പറയുന്നവരാ. ആമേൻ. ഇനി രണ്ടാമത് ഞാൻ വീണ്ടും പറയുന്നത്, അപ്പൊ നിങ്ങൾ ദൈവവചനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട്, ഇപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ ഞാൻ എല്ലാ ദിവസവും വചനം പറയുന്നുണ്ട് ബ്രദറെ, ഞാൻ ആ വചനം ഇപ്പോഴും കൂടെ പറഞ്ഞോളൂ. ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ വചനം പറഞ്ഞിട്ടും ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാതെ വരുന്നുണ്ടെങ്കിൽ, ഉണ്ട് ബ്രദറെ എന്ന് പറയാൻ വേണ്ടിയല്ലേ, ഒന്ന് പരിശോധിക്കണേ. ഞാൻ ഈ വചനത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഞാൻ വചനത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് നോക്കിക്കേ, ഒന്ന് പരിശോധിക്കുക. നമ്മളെ തന്നെ പരിശോധിക്കുക. ഞാൻ എന്തെങ്കിലും ഈ വചനം പറയുമ്പോൾ, ഉദാഹരണം എനിക്ക് ഭവനം കർത്താവ് തരുമെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും, ഇതൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല, വാങ്ങിയാൽ തരുന്നില്ല, പിന്നെ എന്നെ കിട്ടാനാ? നമ്മൾ കർത്താവിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും വാഗൊണ്ട് പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല ബ്രദറെ, ഞാൻ ഒരു കാര്യം പോലും എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒന്നും ഞാൻ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അടുത്തത് കേട്ടോണേ, തക്ക സമയത്ത് തമ്പുരാൻ തരും. ഇല്ല എങ്കിൽ ഒന്ന് തിരുത്തണേ. ഏതെങ്കിലും കാര്യങ്ങൾ വചനവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും ക്ലാസ് നമ്മൾ എടുത്തതല്ലേ, ഇനി ഞാൻ ഒരു ഉദാഹരണം പറയുവാണേ, ഞാൻ ഏതെങ്കിലും ഉദാഹരണം, ഇപ്പം ഒരു വ്യക്തി ഭവനം തന്നെ ഇരിക്കട്ടെ, എപ്പോഴും നമ്മൾ രോഗസൗഖ്യമല്ല പറയുന്നത്, എങ്കിലും ഞാൻ രോഗസൗഖ്യം തന്നെ അങ്ങ് പറയും. ഇനി എന്തുകൊണ്ടാണ് ഒരു കുഴപ്പമില്ല. കർത്താവിന്റെ അടിപ്പിണരാൽ രോഗസൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നോക്കിക്കോണേ. പക്ഷെ സൗഖ്യം നടക്കുന്നില്ല. എന്തായിരിക്കാം ഒരു കാരണം? ഒന്ന് പറ, എന്തായിരിക്കാം കാരണം? ഒന്ന് പറഞ്ഞേ. കണ്ണ് കാണാൻ മേലാത്തവർ കണ്ണ് കാണുന്നത് എല്ലാം നമ്മൾ കാണണം. ആമേൻ. അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ശ്രദ്ധിച്ചു നോക്കിയാണേ. കർത്താവിന്റെ വചനത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ, ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കേ. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഒത്തിരി കുറവുകൾ നമുക്കുണ്ട്. ആദ്യം മനസ്സിലാക്കണമേ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനത്തിൽ ആര് വിശ്വസിക്കുന്നു, നിങ്ങളുടെ ഒരു കുറവും സൗഖ്യത്തിന് തടസ്സമല്ല. നിങ്ങളുടെ ഒരു കുറവും തടസ്സമല്ല. പക്ഷെ വചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കരുത്. ഞാൻ പറയാം, നിങ്ങളുടെ ഒരു കുറവും സൗഖ്യത്തിന് തടസ്സമല്ല. നിങ്ങൾക്ക് എന്ത് കുറവുണ്ടായിക്കോട്ടെ, പക്ഷെ അതൊന്നും സൗഖ്യത്തിന് തടസ്സമല്ല. പക്ഷെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങളോ കാഴ്ചപ്പാടുകളോ ചുമന്നുകൊണ്ട് നടക്കരുത്. അതെല്ലാം എടുത്ത് കളയണം. അപ്പൊ ദൈവസന്നിധിയിൽ നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് എന്തായിരിക്കണം എന്നറിയാവോ? ഞാൻ ചോദിക്കുന്നത് കിട്ടും. ആദ്യം ഉണ്ടാകണമേ, വചനപ്രകാരം ആദ്യം നമുക്കുണ്ടാകണം. ഈ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ വചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എനിക്ക് കിട്ടും, ഭാവനങ്ങൾ കിട്ടും, സൗഖ്യം കിട്ടും, ഏത് വചനമാണോ പറയുന്നത് അത് കിട്ടും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ബ്രദറെ, ഞാൻ മടുത്തു, കിട്ടത്തില്ല ബ്രദറെ. ഞാൻ എങ്ങനെ എപ്പോഴും പറയും ബ്രദറെ, അങ്ങനെ ഞാൻ ഈ വചനം പറയുന്നതോടൊപ്പം തന്നെ ഞാൻ പറയും ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ പറയുന്നവർ ആരെങ്കിലും ഉണ്ടെ കേട്ടെ, എപ്പോഴാണോ അത് പറയുന്നത് അപ്പൊ തന്നെ 5 മിനിറ്റ് പോലും താമസിക്കരുത്. ദൈവസന്നിധിയിൽ കർത്താവ്, ഞാൻ ആ വാക്ക് ക്യാൻസൽ ചെയ്യുന്നു. ഏത് വാക്കാണ്? കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞ വാക്കിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഞാൻ തന്നെ അത് ക്യാൻസൽ ചെയ്യുക, ഞാൻ തന്നെ അത് ക്യാൻസൽ ചെയ്യുക. സ്വന്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ പറഞ്ഞൊന്ന് ശീലിച്ചു നോക്കിക്കേ. നെഗറ്റീവ് പറഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ അത് യേശുവിനെ അത് ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞ് ശീലിച്ച്, ഉറപ്പായിട്ടും പറയുന്നു നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ചോദിക്കുന്നതിലേക്ക് എത്താൻ പറ്റും. ഹല്ലേലൂയ. ഇനി ആത്മനിറവ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാവേ.
ആത്മനിറവിന്റെ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, വചനമനുസരിക്കുക. വചനമനുസരിക്കുന്ന ആള്, രണ്ടാമത്തെ കാര്യം, സ്വന്തമായിട്ട് നിങ്ങളോട് തന്നെ ആ വചനത്തിന്റെ അകത്തുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങളോട് തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, ഞാൻ ലോക രാജ്യങ്ങളോട് പ്രവചിക്കേണ്ട ആളാണ്. അയ്യോ ബ്രദറെ എനിക്ക് പ്രവചിക്കാൻ പറ്റും, പറയണം. ഞാൻ സ്വന്തമായിട്ട് പറയും, ഞാൻ പ്രവചിക്കും, രാജ്യങ്ങളോട് പ്രവചിക്കും. ഞാൻ എൻ്റെ കരത്തിലൂടെ രോഗികൾ കൂട്ടമായി സൗഖ്യമാകും. ക്യാൻസർ രോഗിയൊക്കെ ഓടി നടക്കും, മുടന്തനൊക്കെ തുള്ളാൻ വേണ്ടി പോവാ, ചെകിടനൊക്കെ കേൾക്കാൻ വേണ്ടി പോവാ, ഊമനൊക്കെ സംസാരിക്കാൻ വേണ്ടി പോവാ. ഞാനാണത്. ഞാൻ ഇങ്ങനെയുള്ള എന്നെ അങ്ങനെയാണ് ദൈവം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പ്രൊഡക്ഷൻ അങ്ങനെയാണ്. ഈ ബോധ്യം എപ്പോഴും ഉണ്ട്. പിന്നെ സുവിശേഷം പറയാൻ വേണ്ടി പോകുന്നവർ എപ്പോഴും ഓർത്തോണേ, ഒരത്ഭുതം കാണണം. നിങ്ങൾ വെറുതെ സുവിശേഷം പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോകരുത്. അവരോട് പറയണം, യേശു അത്ഭുതം ചെയ്യും. കാണുന്ന രോഗിയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കണം. കാണുന്ന എല്ലാ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. നിർബന്ധമാണ്. നിർബന്ധമായും രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടണമെന്ന്? അങ്ങനെയെങ്കിൽ നിർബന്ധമായും രോഗികളെ കാണുമ്പം കൈവച്ച് പ്രാർത്ഥിക്കണം. കാറി കൂകി ബഹളം വെച്ച് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആരും പ്രാർത്ഥിക്കരുത്. വളരെ സൈലന്റ് ആയിട്ട്, യേശു നിങ്ങളുടെ രോഗത്തെ, വലിയ ബഹളമൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നിറവ് കുറവുള്ളവരെ ഭയങ്കര ബഹളമൊക്കെ വെക്കുന്നത്. രോഗിയെ കാണുമ്പോൾ ബഹളം. ഞാൻ പണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയായിരുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയായിരുന്നു. അവിടെ കുറേ നാൾ ഞാൻ പ്രാർത്ഥിക്കും. ഒരു ദിവസം ഒരു ബോർഡ് കണ്ടു, അവിടുത്തെ എഴുതി വെച്ചേക്കുന്നു, പ്രാർത്ഥനക്കാർക്ക് പ്രവേശനമില്ല. അപ്പം ഞാൻ ഓർത്തു, ഇതെല്ലാം മെഡിക്കൽ കോളേജ് ഇപ്പം സുവിശേഷ വിരോധികളാണോ? അപ്പം എൻ്റെ മനസ്സ് പറയും, എന്തെല്ലാം ഭയങ്കര ചിന്തയാണ് മനസ്സിൻ്റെ അകത്ത്, ഇവരെല്ലാം സുവിശേഷ വിരോധികളാണ്. അങ്ങനെയാണ് പിന്നെയാ മനസ്സിലായത്, വരുന്നവരെല്ലാം അവിടെ ക്യാൻസർ പേഷ്യൻ്റ് മരിക്കാൻ കിടക്കുന്നവരടുത്ത് പോയിട്ട് കാറി കൂകി ബഹളം വെച്ച് പ്രാർത്ഥിച്ച പിന്നെ എങ്ങനെ അവർ ഓടിക്കാതിരിക്കും? നമ്മുടെ ചിന്തയിൽ ഭയങ്കര ബഹളം വെച്ച് രോഗിയുടെ ചെവി പൊട്ടുന്ന രീതിയിൽ പ്രാർത്ഥിച്ചാലേ ഉള്ളൂ അത്ഭുതം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൂടെ നിലവിളിച്ച് കാറി കൂകി പ്രാർത്ഥിക്കും. വേണ്ടെന്നേ, നിങ്ങളുടെ അകത്ത് ഉറപ്പുണ്ടെങ്കിൽ പയ്യെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളെ മിടുക്കൊന്നും അല്ലല്ലോ അവിടെ സൗഖ്യം നടക്കുന്നത്. നിങ്ങളുടെ മിടുക്കല്ല, നിങ്ങളെ അങ്ങനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ ഒരു കർത്താവ് പറയുന്നത് ഉറക്ക കാറിക്കൂകി ബഹളം വെക്കാനല്ല, യേശുവിൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചിട്ട് പറയണം, സൗഖ്യം, യേശു നിന്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. ഓരാ എന്നെ അതിനുവേണ്ടി അപ്പോയിന്റ്, നിന്നോട് പറയാനും നിന്നെ സൗഖ്യമാക്കുവാനും ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. ഇനി സൗഖ്യം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതിന് ഇന്നാൾ ഞാനൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ കിടപ്പുണ്ട്. പല കാരണങ്ങളുണ്ട്. ചില വ്യക്തികൾക്ക് സൗഖ്യം കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. പിന്നെ എപ്പോഴേലും സമയമുള്ളപ്പോൾ നോക്കിയാൽ മതി. സൗഖ്യം ഇപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി, ചിലർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം നടക്കത്തില്ല ഉടനെ. അപ്പം നമ്മളോട് പറയും, നിനക്ക് പിശാച് പറയും, കണ്ടോ നീ വെച്ചിട്ട് നടന്നില്ലോ. അതിൻ്റെ അകത്ത് ചില കാരണങ്ങളുണ്ട് കേട്ടോ. ചില രോഗസൗഖ്യങ്ങൾ ചില വ്യക്തികൾ, എല്ലാവർക്കും അല്ല, ചില വ്യക്തികളുടെ മേൽ നടക്കാത്തതിൻ്റെ അകത്ത് അവരുടെ ദൈവവും നമ്മൾ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയം നമുക്കില്ല. ഹല്ലേലൂയ. അപ്പം ഇവിടെ നോക്കിക്കേ, അപ്പൊ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിലോളം. ഇനി അവസാനത്തെ വാക്ക്, കടഭാരമൊക്കെ മാറാൻ വേണ്ടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച പ്രാർത്ഥന ഇല്ല. നമ്മൾ കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. കടഭാരമൊക്കെ നിങ്ങൾ വചനം പറഞ്ഞങ്ങ് മേടിച്ചോണം. ഏതാ കടഭാരം മാറാൻ വേണ്ടിയുള്ള വചനം എന്ന് പറഞ്ഞ്? കടഭാരം മാറാൻ വേണ്ടി വചനം എന്ന് പറഞ്ഞ് സോറി, ഞാൻ മ്യൂട്ടായി. ഒരു മിനിറ്റ്. ആവർത്തനം 28:12 ഉണ്ട്. എന്റെ എന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തൊക്കെയും തന്റെ ധനത്തിനോട് തന്നാൽ പൂർണ്ണമായി തീർത്തു തരും. കണ്ടോ. അപ്പൊ കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് കടം കൂടുന്നതല്ലാതെ പ്രിയരെ ഒരു ഗുണവുമില്ല. എന്തുവായി പ്രാർത്ഥിക്കുന്നത്? കർത്താവേ മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ റൈറ്റ് ഉള്ളവൻ നോക്കിക്കുക, റൈറ്റ് ഉള്ളവൻ ബാങ്കിൽ നിന്ന് കാശ് എടുക്കുക, കണ്ടോ? അല്ലാത്തവൻ സെക്യൂരിറ്റിക്കാരന്റെ കഴുത്ത് പിടിച്ച് ഉന്തി വിടുക. ചോദിച്ചുകൊണ്ടിരിക്കുന്നവൻ ഉന്തി കെടുമ്പോൾ റൈറ്റ് ഉള്ളവൻ അതിനെ വാങ്ങിച്ചെടുക്കുന്നത് കണ്ടോ? എന്റെ ദൈവമോ 10 ലക്ഷം രൂപ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി. ഞാൻ മാസങ്ങളോളം ഒരു 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി വചനം പറഞ്ഞു. അറിയോ? നിങ്ങൾക്കറിയോ?
മാസങ്ങളോളം മാസമല്ല, എനിക്കൊന്ന് വർഷങ്ങളോളം അത് ഒരു 2 വർഷം അടുത്തോളം ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ വിട്ടുകൊടുത്തില്ല. എൻ്റെ ദൈവമോ 3 ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. എൻ്റെ ദൈവമോ ഇത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം എനിക്ക് റൈറ്റ് ഉണ്ട്. ഈ വചനം തമ്പുരാൻ എനിക്ക് തന്നത് ഈ വചനത്തിലൂടെ. ഇതൊരു അക്കൗണ്ട് നമ്പറാണ്, സ്വർഗത്തിലെ നന്മകളെ റിലീസ് ചെയ്യുവാനുള്ള അക്കൗണ്ട് നമ്പറാണിത്. അത് പറഞ്ഞ് ഒരു ദിവസം ഞാനത് കണ്ടു പ്രിയരെ. ഹല്ലേലൂയ. മടുപ്പ് വരുമ്പോൾ വചനം നമ്മളെ ഉറപ്പിച്ചോളാം, പേടിക്കൊന്നും വേണ്ട. വചനത്തിന് നമ്മളെ ശക്തീകരിക്കാൻ പറ്റും, വചനത്തിന് നമ്മളെ ഉറപ്പിക്കാൻ പറ്റും, ധൈര്യം തരാൻ പറ്റും, എന്നെ നിറവുള്ള വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. പലപ്പോഴും നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നേരെയാകാത്ത പല വിഷയങ്ങളും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വിഷയങ്ങൾ മാറത്തില്ല പ്രിയരെ. അയ്യോ, പേടിക്കൊന്നും ചെയ്യരുത്. ഈ വചനമില്ലാത്ത പ്രാർത്ഥന, അതാ ഞാൻ ഉദ്ദേശിച്ചത്. വചനമില്ലാത്ത പ്രാർത്ഥന ഒന്നും സംഭവിക്കുക. അതുകൊണ്ടാണ് യേശു നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിക്കരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് അവർ ഓർക്കുന്നത്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടോ, അറയിൽ കടന്ന് രഹസ്യത്തിലുള്ളതിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. അപ്പം പിതാവുമായിട്ടൊരു ബന്ധമാണ് ഈ വചനം. ആമേൻ. അപ്പൊ ഇനി നിറവ് പറയാവേ. 2ാമത്തെ നിറവാണ് അന്യഭാഷയിലെ പ്രാർത്ഥന. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സമയമൊക്കെ ഇട്ട് തരാം, കൺഫേം അല്ല, ചില വ്യത്യാസങ്ങളുണ്ട്. അന്യഭാഷാ പ്രാർത്ഥന നാളെ രാവിലെ മുതൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ചില സമയങ്ങളൊന്ന് ബ്രേക്ക് എടുക്കും, എങ്കിലും അതിൻ്റെ അകത്ത് നിങ്ങളും കൂടിക്കോണം. ഓൺ ആക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മെസ്സേജ് ഇട്ടേക്കാം, ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എന്തെങ്കിലും സമയവ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു മെസ്സേജ് ഇടും. ആമേൻ. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ അന്യഭാഷാ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നെ നിറച്ച് എന്നെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, അനുഗ്രഹം എന്നല്ല, എന്നെ അത്ഭുത സാക്ഷിയാക്കി മാറ്റുവാൻ അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഒന്ന്, വചനമനുസരിക്കുന്നതിലൂടെ നിറവുണ്ടാകുന്നു. വചനത്തിൽ നിങ്ങൾ ഉറപ്പുള്ളവരാകുമ്പോൾ നിറവുണ്ടാകുന്നു. 2, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവിലേക്ക് ഞാൻ ചലിക്കുകയാണ്, ഞാൻ ചലിക്കുന്നു. അവിടെ ഒരു ഗുണം ഞാൻ പറഞ്ഞു തരാം. പിന്നെ നിങ്ങളെ ഓടിക്കാനും പിടിക്കാനും ഒരു മനുഷ്യനും തൊടാൻ കഴിയത്തില്ല. ഇപ്പൊ എന്നെ പ്രശ്നം എന്നറിയാവോ, നിങ്ങൾ സുവിശേഷവുമായിട്ട് അവിടെ യേശു രക്ഷകൻ പറയുമ്പോഴേക്കും അവർ ട്രാക്റ്റും ഒക്കെ പിടിച്ച് വലിച്ചു കീറി ഇടിയുന്നത് നിങ്ങളെ ഓടിച്ചുകൊണ്ടിരിക്കുക. നിക്കവിടെ, അവന്റെ മേലുള്ള ഭൂതത്തെ അഴിക്കുന്ന ശക്തിയുമായിട്ട് പോകും. ആ എതിർക്കാൻ വരുന്നവന്റെ അകത്തിരിക്കുന്ന ദുരാത്മാവുണ്ടല്ലോ, അവനെ ബന്ധിക്കുന്ന നിറവിലേക്ക് നിങ്ങൾ വാ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അന്യഭാഷയിൽ ശക്തമായി പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു ദൈവദാസന്റെ സാക്ഷി ഞാൻ കേട്ടതാ. ആ ദൈവദാസൻ, അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് സുവിശേഷ വിരോധികൾ വലിയൊരു കൺവെൻഷൻ നടക്കുക. അവിടെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു രോഗിയുമായിട്ട് അവിടെ കൊണ്ടുവന്നു. അപ്പം നാട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അവരെ ആ കാല് തളർന്നു പോയ മനുഷ്യനെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അപ്പൊ നീ വലിയ യേശുവിന്റെ പ്രസംഗനാണെങ്കിൽ ഇപ്പോൾ ഈ ജനം കാണുക, 10,000-2,000 പേരുണ്ട്, ഈ ജനം കാണുക ഈ മനുഷ്യനെ നിന്റെ യേശുവിന്റെ നാമത്തിൽ എണീക്കാൻ പറഞ്ഞു. ഇതാണ് നിറവുള്ളവന്റെ ധൈര്യം. ഞാൻ പറഞ്ഞു തരാം. നമ്മളാണെ പറഞ്ഞു, എൻ്റെ കർത്താവേ എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമേ. ആ മനുഷ്യൻ പറഞ്ഞു, ആദ്യം നീ ഇപ്പൊ എതിർക്കുന്നുണ്ടല്ലോ, നീ വിശ്വസിക്കുന്ന സകലരോടും വിളിച്ച് ഇപ്പൊ പ്രാർത്ഥിക്കും. നീ ആദ്യം എണീപ്പിക്കും. നീ എണീപ്പിച്ചില്ല എങ്കിൽ ഞാൻ എണീപ്പിക്കും യേശുവിന്റെ നാമത്തിൽ. ഒയ്യോ, ഇതെന്നെ വെല്ലുവിളിയല്ലേ. 10,000-2,000 പേര് ലൈവ് സ്ട്രീം, ലൈവ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, നടന്ന സംഭവമാണ്. ഇതിങ്ങനെ ജനം മൊത്തം സ്റ്റക്കായിപ്പോ ഒരു നിമിഷം. ഒന്ന് ആലോചിച്ച് നോക്കി. സൗഖ്യമായില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു വിഷയം നടക്കും. അപ്പൊ ഈ കൊണ്ടുവന്ന ആൾക്കാർ അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ ഭാഷയിൽ അങ്ങനെയാണോ, അവർക്കറിയാം ഇവൻ എണീക്കത്തില്ലെന്ന്. എന്നാലും പിന്നെ വെല്ലുവിളിയല്ലേ. അവര് കുറെ നേരം പ്രാർത്ഥിച്ചു. ബാലിന്റെ പ്രവാചകന്മാർ ഏലിയാവിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? അവർ ഉച്ചവരെ ബാലിനെ നിലവിളിച്ചുകൊണ്ട് ശരീരം മൊത്തം മുറിവേൽപ്പിച്ചുകൊണ്ട് ബാലേ 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 തീ ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ അവരിരുന്നുകൊണ്ട് ഭയങ്കര പ്രാർത്ഥന. കുറെ കഴിഞ്ഞിട്ടും ഈ മനുഷ്യന് ഒരു അനക്കവും ഇല്ല. ഉടനെ അയാൾ പറഞ്ഞു, ഈ വ്യക്തി ഇപ്പം ഇവിടുന്ന് എണീക്കാൻ വേണ്ടി പോവാ, കണ്ടോണേ. അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും ഇവിടെ സുവിശേഷ എതിർപ്പായിട്ട് വരരുത്, വിശ്വസിച്ചോണം യേശുവിന്. ഓരോരുത്തരും ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. മെഡിക്കൽ റിപ്പോർട്ടും എല്ലാം ഉണ്ട്. ഈ മനുഷ്യൻ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ ഉടനെ വീൽ ചെയറിലിരുന്നവൻ ചാടി എർത്തടിച്ചതുപോലെ അവന്റെ കാലിന്റെ മേൽ ശക്തി വ്യാപരിച്ചു.
കണ്ടുനിന്ന ജനവും എതിർക്കാൻ വന്നവന് മുട്ടുകുത്തി. കണ്ടോ? അപ്പൊ ചോദ്യം, ഈ വ്യക്തി പറഞ്ഞപ്പോൾ എങ്ങനെ നടന്നു? കാരണം ഈ വ്യക്തിക്കകത്ത് നിറവുണ്ട്. നിറവുള്ളവന് ധൈര്യമുണ്ട്. നിറവുള്ളവൻ പറഞ്ഞാൽ സ്വർഗം പ്രവർത്തിച്ചിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഏലിയാവ് പറഞ്ഞപ്പോൾ തീ ഇറങ്ങി പിടിക്കാൻ വേണ്ടി വന്ന 100 പേരുടെ മേൽ തീ വന്ന് കത്തുക. തമ്പുരാൻ പറഞ്ഞു, ഏലിയാവ് എന്തിനാണ് നീ തീയെ, എലീശ പറയുക, എന്തിനാ തീയൊക്കെ വിളിക്കുന്നത്? ഏലീശ പറഞ്ഞ തീ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. പിടിക്കാൻ വന്ന അവസാനം അവർ പറയും, നീ യഹോവയുടെ ദാസനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നം സോൾവ് ആയത്. നിറവുള്ളവൻ പറഞ്ഞാൽ ദൈവം ചെയ്തിരിക്കും. ആമേൻ. അപ്പൊ നിറവ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഈ മനുഷ്യൻ ആ കൺവെൻഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവനും ഉറങ്ങാതിരുന്ന അന്യഭാഷയും വചനവും പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത് കൺവെൻഷനിൽ. കണ്ടോ? ഒരു രാത്രി ഉറങ്ങാതെ അന്യഭാഷയും വചനവും പറഞ്ഞ് നിറഞ്ഞ് 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 വരുന്നവന്റെ മുമ്പിൽ വീൽ ചെയറുമായിട്ട് വന്ന് രോഗി നിൽക്കുമ്പോൾ നിറവിൽ നിൽക്കുന്നവന്റെ മുമ്പിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നിറവ് ആവശ്യമാണ്. നിറയാൻ വേണ്ടി നിങ്ങൾ വചനം ഏറ്റു പറയണം, വചനത്തെ വിശ്വസിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇനി അന്യഭാഷ വരവില്ലെങ്കിൽ ആഗ്രഹിക്കണം. അന്യഭാഷ വരയില്ലെങ്കിലും സുവിശേഷ വേല ചെയ്യാം, ഒരു കുഴപ്പമില്ല. രോഗിയെ കണ്ടാൽ ചാടി കൈവച്ചോണം. അയ്യോ ബ്രദറിനെ വിളിക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് പോകരുത്. കൈവെക്ക്. നിങ്ങൾക്ക് കഴിവുണ്ട്, കൃപയുണ്ട്, ബലമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ അങ്ങ് ഈ മനുഷ്യന്റെ രോഗം വഹിച്ചതാ. കർത്താവെ, അത്ഭുതം ഞങ്ങൾ കാണും, സാക്ഷ്യമായി തീരും. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. 2 കാര്യം പറ. അവിടെ അത്ഭുതകരമായ പ്രവൃത്തികൾ കൺമുമ്പിൽ തുറന്നു വരിക തന്നെ ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു സാക്ഷ്യം, ഞാനത് തുടക്കത്തിൽ കേൾപ്പിക്കണ്ടായിരുന്നു, ഞാൻ വിട്ടു. കുറേ സാക്ഷ്യം നമുക്ക് പ്രേരണ വന്ന് കിടപ്പുണ്ട്. എന്നോട് ക്ഷമിക്കണം, കുറേ കേൾപ്പിക്കാൻ പറ്റിയില്ല. എനിക്ക് പോലും കേൾക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് കേട്ടതല്ലാതെ അതൊന്നും കേൾപ്പിക്കാൻ നിങ്ങളെ പറ്റിയില്ല. നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ഒരു വിഷയം വന്ന് ഇതിൻ്റെ അകത്ത് ലൈവ് സ്ട്രീം ചെയ്യുന്നതിൻ്റെ അകത്ത്, അതുകൊണ്ടാണ് പലപ്പോഴും അത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അകത്തൂടെ. അല്ലാതെ നമ്മൾ ഈ ഫോണിലൂടെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഓഡിയോ പലപ്പോഴും ക്ലിയർ ആകത്തില്ല. അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്തൊക്കെയോ സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ സോഫ്റ്റ്വെയർ ഇച്ചിരി പ്രശ്നം വന്നു, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കേൾപ്പിക്കാൻ പറ്റാതെ വന്നത്. എങ്കിലും ഇന്നൊരു സാക്ഷ്യമുണ്ട്, ഞാനിപ്പോൾ നിങ്ങളെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. ഇത് എൻ്റെ പേര് ലീല സുബ്രഹ്മണ്യൻ. ഞാൻ ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്. 2 ദിവസം മുമ്പ് ബ്രദർ ഓക്കെ, ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാട്ടെ. എൻ്റെ പേര് ലീല കേൾക്കാൻ സുബ്രഹ്മണ്യൻ. പറ്റുന്നുണ്ടല്ലോ അല്ലേ? സിംഗപ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്. 2 ദിവസം മുമ്പ് ബ്രദർ പ്രാർത്ഥനയിൽ പറഞ്ഞു, ഹാളില് തിരുത്താഴത്തിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന മത്താവ് എന്ന് പറഞ്ഞ വ്യക്തിയെ തൊടുന്നു എന്ന് പറഞ്ഞു. അത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് മത്താവ് എന്ന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേട്ടന് കാല് പഴുത്തിട്ട് പാദം മുതൽ മുട്ട് വരെ പഴുത്തിരിക്കുമായിരുന്നു. ഫുൾ നീരും പഴുപ്പും എല്ലാം ആയിരുന്നു. അപ്പൊ മുട്ടയില് സൂചി വെച്ച് പഴുപ്പ് വലിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു 5-6 മാസത്തോളമായി. പിന്നെ 1 മാസമായിട്ട് ഒട്ടും എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. രാത്രി ഒന്നും കിടക്കാൻ പറ്റുന്നില്ല, വേദന കൊണ്ട്. അപ്പൊ ഞാൻ ബ്രദറിന്റെ പ്രാർത്ഥന ഞാൻ മിക്ക ദിവസം കേൾക്കുന്ന വ്യക്തിയാണ്. ഞാനപ്പോൾ അതിനകത്ത് ഇവരെ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലോചന ഇവരെ പറ്റി പറയുന്നുണ്ട്, ഇവരുടെ അസുഖം മാറുന്ന പറയുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ബ്രദർ പറയുന്നത്, ഇങ്ങനെ തിരുവത്താഴത്തിന്റെ ഫോട്ടോ ഹാളിൽ വെച്ചിരിക്കുന്നു, മത്താവിനെ തൊടുന്നു എന്ന്. എന്നിട്ട് അത് പിറ്റേ ദിവസം അവര് ഹോസ്പിറ്റലിൽ പോയി. ഒരാഴ്ച മരുന്ന് കൊടുത്ത് വിട്ടതാണ്. അപ്പൊ പിറ്റേ ദിവസം അവര് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അസുഖമില്ല, നിങ്ങൾ ഇനി ഇങ്ങോട്ട് ഈ ആശുപത്രിയിലേക്ക് വരണ്ട അങ്ങനെ പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വേദന എന്തെങ്കിലും വന്നാൽ അടുത്ത ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും ആ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ പൂർണ്ണമായിട്ടും ആ കാലിലെ നീര് മുഴുവനും മാറി, പഴുപ്പ് മാറി. പഴുപ്പ് എടുത്ത് വേറെ സ്ഥലത്തോട്ട് ടെസ്റ്റിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടെസ്റ്റിങ്ങിനും ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യം ദൈവം തന്നു. ആമേൻ.
ഇത് കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രവചന ആലോചന സൗകര്യം പറഞ്ഞു. ഒരാഴ്ച ആ സൗകര്യം കുറേ നാളുകളായിട്ട് കാലിൽ പഴുപ്പുണ്ടായിരുന്നു. പഴുപ്പ് കുത്തിയെടുത്ത് അയച്ചു കൊടുത്തേക്കുമായിരുന്നു. പെയിൻ കൂടുതലായിട്ട് ഒരാഴ്ച മുമ്പ് മരുന്ന് കൊടുത്ത് റെസ്റ്റായിരുന്നു. ഉറങ്ങാൻ പോലും പറ്റാതിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ സഹോദരിക്ക് അവർക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആ സമയത്താണ് പരിശുദ്ധാത്മ ഒരു പ്രവചനം പറഞ്ഞത്. ഈ തിരുവത്താഴത്തിന്റെ ഒരു രൂപം, ആ ഒരു ഫോട്ടോ ഒരു ഹോളിൽ വെച്ചിരിക്കുന്ന ഒരു ഭവനം കാണിക്കുന്നത് നിങ്ങൾ കേട്ടായിരിക്കും. ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പുള്ള ഒരു പ്രവചനമായിരുന്നു അത്. കേട്ടവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് മത്തായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ യേശു തൊടുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ആ സഹോദരി പറയുകയാണ്. ആ ആലോചന അവർക്ക് അയച്ചു കൊടുത്തു. അവരത് കേട്ടു, വിശ്വസിച്ചു. പിറ്റേ ദിവസം ചെക്കപ്പിലൂടെ ചെന്നപ്പോൾ ഡോക്ടർ ഫുള്ള് ചെക്കപ്പ് ചെയ്ത് ഓർത്ത് നോക്കി. അത്രയും സീരിയസ് ആയ മനുഷ്യനായിരുന്നു. ആ നീര് വറ്റി, പഴുപ്പ് വറ്റി, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാൻ തക്കവണ്ണം ആ റിപ്പോർട്ട് പഴുപ്പ് കുത്തി അയച്ചേക്കുമായിരുന്നു. കുറയാഞ്ഞിട്ട് അത് റിപ്പോർട്ടും വന്നു. ഒരു പ്രശ്നവും ഇല്ല, ഇപ്പൊ നീരുമില്ല, ഒന്നുമില്ല. കണ്ടോ? പ്രവചന സൗഖ്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വ്യക്തി അവരുടെ ഭവനത്തെ അപ്പൊ രോഗബന്ധന വിട്ട് ശരീരത്തെ പഴുപ്പിച്ച് കൊല്ലാൻ കയറി വന്ന പൈശാചിക ബന്ധനങ്ങളാണ് കർത്താവ് അഴിച്ചുവിട്ടത്, അടയാളങ്ങൾ പറഞ്ഞ്. ഓ ജീസസ്. ഇതാണ് പ്രൊഫറ്റിക്കൽ ഹീലിംഗ്. ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടുന്നവർ ശ്രദ്ധിച്ചോണെ. ഇതേപോലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ആമേൻ പറഞ്ഞു പിടിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങനെ ഒത്തിരി സാക്ഷ്യം വന്ന് കിടപ്പുണ്ട്. പ്രിയരെ, നിങ്ങൾ സാക്ഷ്യങ്ങൾ അയച്ചവര് സാക്ഷ്യം കേൾപ്പിക്കുന്നില്ല എങ്കിൽ ഒന്നുകൂടെ സാക്ഷ്യവും ഒന്നുകൂടെ നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടെസ്റ്റിമണിയെന്നോ ഒക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ വോയിസ് റെക്കോർഡ് അയക്കണമേ. കേൾപ്പിച്ചില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു തമ്പോ അയച്ച് ഒന്നുകൂടെ അയക്കുക. കാര്യം സാക്ഷ്യം വളരെ വിലപ്പെട്ടതാണ്. ഒരു സാക്ഷിക്ക് മാത്രമേ മറ്റൊരു സാക്ഷി ഉളവാക്കുവാൻ കഴിയത്തുള്ളൂ. നന്ദി യേശുവേ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മനിറവ് നിങ്ങൾ മനസ്സിലാക്കണമേ. സുവിശേഷം പറയുമ്പോൾ നിറവ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നമ്മുടെ ദിവസവും കർത്താവിന്റെ വചനം പറയുമ്പോൾ എൻ്റെ അകത്തൊരു നിറവുണ്ട്. അത് എൻ്റെ കഴിവല്ല, നിറഞ്ഞുകൊണ്ടിരിക്കുക ദിവസവും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കേട്ടു, ഒരു സഹോദരി തകർന്നിരിക്കുമായിരുന്നു, വലിയ പ്രയാസത്തിലായിരുന്നു. ആ വ്യക്തിയോട് ഞാൻ സാധാരണ പോലെ സംസാരിച്ചതാണ്. ആ വ്യക്തിയുടെ ഒരാളുടെ പറയുന്നത്, ബ്രദറിനോട് സംസാരിച്ചപ്പോൾ അവർ പറയുകയാണ്, ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു സമാധാനവും ആശ്വാസവും. അയ്യോ, ബ്രദർ നെകളിച്ചു. അല്ല, അതെൻ്റെ കഴിവല്ല, എൻ്റെ അകത്തൊരു നിറവ് അവരുടെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ബ്രദർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും രോഗത്തിന്റെ മുഴകൾ അപ്രതീക്ഷിതമായി ഞാൻ കേട്ടിട്ടുണ്ട്. വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു ട്യൂമർ അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. ആ നിമിഷം അത് അപ്രതീക്ഷിതം, പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അപ്രതീക്ഷിതമായി പോയി. കണ്ടോ? ഇതാണ് നിറവിന്റെ വ്യത്യാസം. നിറവിന്റെ വ്യത്യാസം. അപ്പൊ ആ നിറവുള്ളത് കൊണ്ട് നമ്മൾ ഇപ്പൊ ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞു, നിങ്ങളും എല്ലാം അങ്ങനെയാണ്. നമ്മൾ സംസാരിച്ചാൽ പോലും ആൾക്കാർക്ക് അത്ഭുതമാണ്. വെറുതെ സംസാരിച്ചാൽ മതി. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒന്നുകൂടെ ഞാൻ പറയാവേ, 2 പടി ബ്രദർ പൊങ്ങുന്നില്ല, ബ്രദർ നികളിച്ചങ്ങ് പോകുന്നില്ല. ഇത് ബ്രദറിന്റെ കഴിവല്ല. ദിവസവും വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓവർഫ്ലോ നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും. ഓവർഫ്ലോ വന്നുകൊണ്ടേയിരിക്കും. ദൈവകൃപയാൽ അങ്ങനെ ഒരു മഹാഭാഗ്യം കിട്ടിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓവർഫ്ലോ, അതാണ് വചനം പറയുമ്പോൾ ഓവർഫ്ലോ വരും. കാര്യം വചനത്തിന്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവിന് ഭയങ്കര ഇഷ്ടമാണ് വചനം പറയുന്നവര്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം കാര്യസ്ഥൻ വരും. കാര്യസ്ഥൻ എന്ത് ചെയ്യും? നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്താണ് സത്യം? യോഹന്നാന്റെ 14 പറയുന്നു, നിന്റെ വചനം സത്യമല്ലോ. അപ്പൊ വചനം ആര് പറയുന്നു, അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലോ ചെയ്യാൻ. പരിശുദ്ധാത്മാവിന്റെ ഫ്ലോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു വ്യക്തിയോട് സംസാരിച്ചാൽ അവിടെ ഭൂതങ്ങൾ വിട്ടുമാറും, രോഗങ്ങൾ സൗഖ്യമാകും, അവരുടെ ബന്ധനങ്ങൾ അഴിയും, ആ കുടുംബം രക്ഷപ്പെടും. വെറുതെ സംസാരിച്ചാൽ മതി. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മേടിച്ചു കുടിച്ചാൽ പിന്നെ തീർന്ന്. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടുന്നവർ ഇതൊക്കെ മനസ്സിലാക്കണമേ. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളൊക്കെയും ബൈബിൾ പറയുന്നത് പോലെ തീയിൽ കുരുത്തതാകട്ടെ, ശോധന ചെയ്ത വാക്കുകളായി തീരട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. രഞ്ജു എന്ന് പേരുള്ള ആരെങ്കിലും, പ്രത്യേകിച്ച് അതിനും ആണല്ല പെണ്ണാണ് ഞാൻ കാണുന്നത്, രഞ്ജു എന്ന് പേരുള്ള വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ, ആണിന്റെ പേരല്ല പെണ്ണിന്റെ പേരാണ് ഞാൻ കാണുന്നത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ആ വ്യക്തി
ഉണ്ട്. ഡിസംബർ എല്ലാരും ഒരു മിനിറ്റ്, ഡിസംബർ മാസത്തിൽ ജനിച്ച ആളാരാ? ഡിസംബർ മാസത്തിൽ ജനിച്ച രഞ്ജു ആരാ? ഒന്ന് അന്വേഷിച്ച്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് ആ വ്യക്തിയുടെ മേൽ, ആ മകളുടെ മേൽ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ഡിസംബർ മാസത്തിൽ ജനിച്ച വ്യക്തി. ഇപ്പൊ നിങ്ങൾ ആരെയും ഹോസ്റ്റ് ചെയ്യുന്നവർ ഇപ്പം മ്യൂട്ട് ചെയ്യേണ്ട. അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് ചെയ്താൽ മതി. ചിലരുണ്ട് ബഹളം വെക്കുന്നവർ, അവരെ മാത്രം മ്യൂട്ട് ചെയ്താൽ മതിയെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഡിസംബർ മാസത്തിൽ ജനിച്ച രഞ്ജു ആരാണോ ആ വ്യക്തിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂമിലോ ലൈവിലോ ആ വ്യക്തിയെ കാണുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. യൂട്യൂബിൽ നമ്മുടെ ലിങ്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പകരം നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ, സൂമിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് പ്രയറിന്റെ ലിങ്ക്, അങ്ങനെ നമ്മുടെ ലിങ്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. ലിങ്ക് അങ്ങനെയാണ് ഇനി മുതൽ വരുന്നത്. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ, ഓ യേശുവേ. ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന, ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഓച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിക്കും. ആ സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും, ആ സ്ഥലവുമായിട്ട് കണക്ഷൻ? ഉണ്ട് ബ്രദറെ. ആ, എന്നാ എന്റെ കണക്ഷൻ? ഹസ്ബൻഡിന്റെ വീട്. എന്റെ ഹസ്ബൻഡിന്റെ വീട്. ഹസ്ബൻഡിന്റെ വീട്. ഇപ്പൊ അവിടെ ആരാ താമസിക്കുന്നത്? ഇപ്പൊ അവിടെ അമ്മയുണ്ട്, അമ്മായിയമ്മ. ആ അമ്മായിമ്മ മാത്രമുള്ള അവിടെ? പിന്നെ ഹസ്ബൻഡിന്റെ പെങ്ങളുണ്ട്. ഞാൻ ഇന്ന് ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ മണ്ണുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവോട് പറയുന്നു, നിങ്ങളെ ആ ദേശത്തേക്ക് മാനിക്കുവാൻ തക്കവണ്ണം ദൈവം ചില നന്മകളെ തുറക്കാൻ വേണ്ടി പോവാന്നാ പറയാൻ വേണ്ടി പോകുന്നത്. ആ നാട്ടിൽ ഒരു മാന്യത തമ്പുരാൻ തരാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ചില നന്മകൾ, സ്ഥലങ്ങൾ നിങ്ങളുടെ കൈവശത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണുക. ഈ ഓച്ചിറയിൽ തന്നെ ചില സ്ഥലങ്ങൾ ദൈവാത്മാവ് തരാൻ വേണ്ടി പോവാണ്. അത്ഭുതങ്ങൾ നടക്കും കേട്ടോ. സാക്ഷിയാകും യേശുവിന്റെ നാമത്തിൽ. ദേശത്ത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ സിസ്റ്ററെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു. ഈ സമയത്ത് ഈ കൈത്തണ്ടയുടെ അവിടെ ഭയങ്കര വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട്. കൈത്തണ്ടയുടെ അവിടെ ഭയങ്കര വേദന, ചില സമയത്ത് കഴച്ചു പൊട്ടുന്നത് പോലെ വേദന വരുന്നവര് ഇപ്പോൾ കൈയെടുത്ത് വെച്ച് ഇനി മേലാൽ ആ വേദന വരത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കൽപ്പിക്കുന്ന കർത്താവ് പൂർണ്ണ സൗഖ്യം. കൈവച്ചോ, ഇപ്പോൾ ആ വേദന മാറുക. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. രോഗശക്തികൾ തകരട്ടെ, രോഗബന്ധനങ്ങൾ തകരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ആ വേദന വിട്ട് ഞങ്ങൾ മാറ്റുന്ന, വേദനയെ പറിച്ചെടുത്ത് ദൂരെ കളയുന്നപ്പ യേശുവിന്റെ നാമത്തിൽ. അത്ഭുതത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അത്ഭുത സൗഖ്യം സംഭവിച്ചത് ഒന്ന് ചെക്ക് ചെയ്ത് തിരിച്ചോ മറിച്ചോ ഒക്കെ നോക്കി. കൈ ആ വേദന അവിടെ ഇല്ല കേട്ടോ. അത്ഭുത സൗഖ്യം ശരീരത്തിന്റെ മേൽ സംഭവിച്ചിരിക്കുന്നു. സൗഖ്യം അനുഭവിക്കുന്നവർക്ക് കൂടുതൽ സാക്ഷ്യം കൂടെ പറയാം. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേ, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അത്ഭുത സൗഖ്യം ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു നമ്പര് കർത്താവ് എന്നെ കാണിക്കുക. 03 എന്നൊരു 0391 എന്നുള്ളൊരു നമ്പർ എന്നെ കർത്താവ് കാണിക്കുക. 0391 എന്നൊരു നമ്പർ കാണിക്കുക. ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? എന്തോ ഒരു പ്രത്യേക ഒരു 0391 എന്നൊരു നമ്പർ കാണുമോ? അതിന്റെ ഉടമസ്ഥൻ, അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ വ്യക്തിയെ തൊടുവാൻ വേണ്ടി പോകുന്നു. അത് എന്ത് നമ്പരാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ നമ്പര് ഇപ്പോൾ ദൈവത്തിന്റെ 91423403 അതെന്ത് നമ്പരാ സിസ്റ്റർ? അത് എന്തിന്റെ നമ്പരാ? മൊബൈൽ നമ്പറിന്റെ ഇടയ്ക്കുള്ളതാ. ഇതേപോലെ മൊബൈൽ നമ്പർ സിസ്റ്റർ. ഓക്കെ. ഇതേപോലെ വേറെ ഏതെങ്കിലും കോഡ് നമ്പർ ആയിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. ആരുമില്ല എങ്കിൽ ഇന്ന് കർത്താവ് ഞാനത് ബ്ലസ്. 0329 ആണ് എന്റെ നമ്പർ. നിങ്ങൾക്ക് ഇതാ കുഴപ്പം. ആ നമ്പര് തന്നെ ഞാൻ ചോദിച്ചപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടത് പറയരുത്. കറക്റ്റ് ആ നമ്പർ ഉള്ളത് ആരാണോ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആരാണോ ഉള്ളത്. ഇപ്പൊ ആ സഹോദരി പറഞ്ഞല്ലോ ഫോൺ നമ്പരുമായിട്ട് കണക്ഷൻ ഉണ്ട്. അല്ല മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഒരു കൺഫർമേഷൻ ആവശ്യം.
ആ 0391 ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് ആണ്. ഉം. ഇപ്പൊ എന്റെ രണ്ട് മകന്റെ പേരുടെ രണ്ട് പേരുടെ ഫോൺ നമ്പറിന്റെ ഇപ്പൊ അങ്ങനെ വന്നല്ലോ അല്ലേ? 0391. ഇപ്പൊ 2 പേര് പ്രതികരിച്ചല്ലോ. ഇനി ഇതിന്റെ അകത്ത് മാർച്ച് മാസവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, മാർച്ച് മാസവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി, ജനനമുള്ള ഒരു വ്യക്തി. എന്റെ ജെസ്സി എന്റെ ബർത്ത് മാർച്ചിലാ, മാർച്ച് 10. ഓക്കെ, ഈ നമ്പരും മാർച്ചുമുള്ള കുടുംബം 0391. ഓക്കെ, 0391 എന്നുള്ള നമ്പരും മാർച്ച് മാസത്തിൽ ജനിച്ച വ്യക്തിയുള്ള ഏതാളാണോ ഇപ്പൊ ഈ ആലോചന കേൾക്കുന്നത് ഉണ്ട്. സിസ്റ്ററുടെ നമ്പറാണ് ഇപ്പൊ പറഞ്ഞത്. സിസ്റ്ററുടെ നമ്പറാണോ 03? ഓക്കെ ഓക്കെ. ഈ 0391 എന്ന് പറഞ്ഞേക്കുന്നത് സിസ്റ്ററുടെ എന്ത് വരുന്നത്? മൊബൈൽ നമ്പർ. അപ്പൊ ഈ മാർച്ച് മാസത്തിൽ ജനിച്ച ആരാളത്? ഹസ്ബൻഡ്. ഹസ്ബൻഡ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടെന്നറിയാം, ഒരേ നമ്പർ വരുമ്പോ കൺഫർമേഷൻ, അടുത്ത ഇത് കൺഫേം ചെയ്യാൻ ഏത് വ്യക്തിനെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തി ആ ഭവനത്തിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി മനസ്സിലായോ? ഒരേ ആലോചന 2 പേർക്ക് മിക്സ് ആയി വരുമ്പോൾ ചില കാര്യത്തിൽ സെപ്പറേറ്റ് ദൈവം തിരിക്കും. സിസ്റ്റർ ഏറ്റെടുത്തു, ആ ഹസ്ബൻഡിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു. കർത്താവ് ഇന്ന് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകും. കർത്താവിന്റെ വലിയ പ്രവൃത്തി തുറക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു മുദ്രപത്രം, അതിന്റെ മേൽ മുദ്രപത്രം, ഒരു ആത്മീയ കാഴ്ചയാണ്. ഒരു മുദ്രപത്രത്തിന്റെ മേൽ രക്തക്കറ പോലെ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാനത് ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നപ്പോ ദുഷ്ടന്റെ ആശ നശിക്കത്തേയുള്ളൂ, അവൻ പല്ല് കടിച്ചു ഉരുകത്തേയുള്ളൂ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വഴി തുറക്കട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ എൻ്റെ യേശുവെ, കൃപ വ്യാപരിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു അടയാളം കാണിക്കുന്നു. ഒരു കുടുംബത്തിന്റെ അകത്ത് ഈ പഴയ കാലത്തെ കലപ്പ ഉണ്ടല്ലോ, പണ്ട് നമ്മൾ കണ്ടത്തിൽ ഇങ്ങനെ പൂട്ടാൻ വേണ്ടി നിൽക്കുന്ന കലപ്പ, ആ കലപ്പ ഒരു ഭവനത്തിന്റെ അകത്ത് ഇപ്പൊ അതില്ല. 7 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അതെല്ലാം എടുത്ത് മാറ്റി. ഒരപ്പച്ചന്റെ ഷർട്ട് ഇടാത്തൊരു ഫോട്ടോ ആ ഭവനത്തിന്റെ മുമ്പിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ആ വ്യക്തിയെ ഇന്ന് കാണുന്നു. അപ്പച്ചനെ ഞാൻ കാണുന്ന സമയത്ത് ഇച്ചിരി പഴയ ഒരു കാലഘട്ടമാണ് ഞാൻ കാണുന്നത്. ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മേൽ ഇന്ന് അതിൻ്റെ അകത്ത് വരുന്ന വ്യക്തി അനുഭവിക്കരുതെന്ന് വാദിച്ചു നിൽക്കുന്ന സകല വിഷയത്തെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ അവരുടെ സകല ബന്ധനങ്ങളും പൊട്ടട്ടെ, സകല വിഷയങ്ങളും പൊട്ടട്ടെ. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇന്ന് ഈ അടയാളമുള്ള ഭവനം, ഉണ്ടായിരുന്ന ഭവനം ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. സൂമിലോ ലൈവിലോ എന്നെ കുടുംബം കാണുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തു. നിങ്ങൾ അനുഭവിക്കും, അതിൻ്റെ അകത്ത് നന്മ അനുഭവിക്കും. മേൽത്തരമായ നന്മകളാൽ ദൈവം നിങ്ങളെ ഒരുക്കാൻ വേണ്ടി പോകുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഓ യേശുവേ, ഈ മനുവെന്നും മഞ്ജുവെന്നും പേരുള്ള 2 കുഞ്ഞുങ്ങളുള്ള തലമുറകളുള്ള ഭവനം ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? മനു മഞ്ജു ഉള്ള ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇന്ന് ആ ഭവനത്തിന്റെ മേൽ പ്രവൃത്തികളെ ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നു യേശുവിന്റെ നാമത്തിൽ. മനു മഞ്ജു ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിൽ. എന്റെ മാമന്റെ മക്കളാണ്. അന്നൊരു സന്തോഷ് സതീഷും പറഞ്ഞില്ലേ, അതൊരു മാമന്റെ മക്കള്. ഈ മഞ്ജുവും മനുവും സുമയും ഉണ്ട്, ഒരു മാമന്റെ മക്കളാണ്. ഇന്ന് ഏറ്റെടുത്ത് വെച്ചിരുന്ന വീണ്ടും ആ കുടുംബക്കാരുടെ ഇടയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മാന്യതയുടെ വഴികളെ തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോവാണ്. നന്ദി യേശു. ഈ സമയത്ത് സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത്. രോഗസൗഖ്യം ശരീരത്തിൽ അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ചെക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. വെറുതെ കളയരുത്. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. ഞാനിത് ചോദിക്കുന്നില്ലെന്നറിയാവോ? ഇത് കേൾക്കുന്നത് അടുത്ത ആൾക്കൊരു അവസരത്തെ നമ്മൾ കൊടുക്കുക. സൗഖ്യം നടക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത്. യേശുവിൻ്റെ അടിപ്പിണരാൽ ആ വേദനകൾ വിട്ടുമാറിയിരിക്കുന്നു. അനുഭവിക്കുന്നവർക്കും ഈ കൂട്ടത്തിൽ മൈക്ക് മ്യൂട്ട് മാറ്റി പറയാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അത്ഭുത സൗഖ്യങ്ങൾക്കായി നന്ദി.
ഈ സമയത്ത് രോഗത്തിന് മേൽ കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നടക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാൾ സൗഖ്യം നടക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാൾ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്. കർത്താവിന്റെ മുറിവ് എൻ്റെ അത്ഭുതമാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന സകല രോഗബന്ധനങ്ങളും ഇപ്പോൾ ശരീരം വിട്ടു മാറിപ്പോകുന്നു. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പിതാവേ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്ന നന്ദി പറയുന്നു. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ഇല്ല എങ്കിൽ മറ്റൊരു അടയാളം. ഈ ഇല്ല എന്നൊരു ഓപ്ഷൻ ഒന്നുമില്ല. സൗഖ്യം നമുക്ക് വേണം. സൗഖ്യമായേ പറ്റത്തുള്ളൂ. സൗഖ്യം നടന്ന് അനാവശ്യമായി എന്റെ ഈ കൈയുടെ മുട്ടിന്റെ ഇപ്പൊ ബ്രദർ ഒരു മിനിറ്റ് ഈ അനാവശ്യമായിട്ട് ഈ കലവലം വെക്കുന്നവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തേ. സിസ്റ്ററെ പറഞ്ഞു. സിസ്റ്ററെ പറയുന്ന സിസ്റ്ററുടെ പേരെന്തുവാ? ഷീബ സിസ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു. നിങ്ങൾ അവരെ റിമൂവ് ചെയ്യല്ലേ. അവരെ റിമൂവ് ചെയ്യല്ലേ. ഒരു മിനിറ്റ്, അങ്ങനെ നിങ്ങൾ മ്യൂട്ട് ചെയ്താൽ മതി. എന്റെ കൈയുടെ മുട്ടിന് ഇപ്പൊ ബ്രദർ പറഞ്ഞായിരുന്നു ഒരാഴ്ച കൊണ്ട് കൈ മേപ്പോട്ട് പൊക്കാൻ ഒക്കത്തില്ല ബ്രദറെ. ജോലി ഒന്നും ചെയ്യാനൊന്നും ഒക്കത്തില്ല. ഭയങ്കര ഒരു പിടുത്തമായിരുന്നു. ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ പിടിക്കുന്നതിനോട്ട് ഭയങ്കര പിടുത്തമായിരുന്നു ബ്രദറെ. കൈ പൊക്കാനേ ഒക്കത്തില്ല, ശകലം പോലെ. ഭയങ്കര കഴപ്പായിരുന്നു കൈക്ക്. പക്ഷെ ഇപ്പൊ ഞാൻ തിരിച്ചു മറിച്ച് ഒക്കെ നോക്കി ബ്രദറെ, പൂർണ്ണ സൗഖ്യമായി ബ്രദറെ. വേദന ഫുള്ളായിട്ട് മാറി ബ്രദറെ. നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി ഉറപ്പാക്കി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഇത് അനുഭവിക്കുന്നവരുണ്ടോ? മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടോ? അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നവരെ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്ത് പറഞ്ഞു. എനിക്ക് രണ്ടാഴ്ചയായിട്ട് കൈയുടെ ഷോൾഡറിന്റെ അവിടെ ഒരു ഭയങ്കര വേദന പോലായിരുന്നു. കഴിഞ്ഞ സാറ്റർഡേ മുതല് സൺഡേയിലൊക്കെ വല്ലാത്ത വേദനയായിരുന്നു. അങ്ങനെ പിന്നെ പ്രാർത്ഥനയ്ക്ക് നമ്മളെന്നും കയറും. അതേപോലെ ബ്രദർ പറയുമ്പോൾ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ബെൽറ്റ് പോലുള്ള ഇപ്പൊ ഇട്ടിരിക്കുവാണ്. ഇപ്പൊ ഞാനിങ്ങനെ കൈവച്ച് നോക്കിയപ്പം ആ വേദന എനിക്കിപ്പോ ഇല്ല. ഓ നന്ദി കർത്താവേ. ബെൽറ്റ് ഇട്ടിരിക്കുവായിരുന്നു അല്ലേ? അതെ. ഓ യേശുവേ, ഇന്ന് ആ വേദന ബെൽറ്റിലെ കിടപ്പുണ്ട്. പക്ഷെ ചെക്ക് ചെയ്തപ്പോഴേക്കും വേദന അവിടെ ഇല്ല. യേശു തൊട്ടിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എനിക്ക് ഈ ഇടയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു. രാവിലെ മുതൽ തുടങ്ങിയാണ്. പക്ഷെ എനിക്ക് മെഷീനകത്ത് ജോലി ചെയ്യുന്നതാണ്. ഞാൻ ഓരോ സെക്കൻഡും മെഷീൻ ഓഫ് ചെയ്തിട്ടാണ് ജോലി ചെയ്തത്. എനിക്ക് പൂർണ്ണ സൗഖ്യമാണ്. വേദന ഇല്ല സിസ്റ്റർ അവിടെ? ഇല്ല, വേദന ഇല്ല. ഈ ഷോൾഡറിന്റെ ഇവിടെ തൊട്ട് ഈ കൈയുടെ നഖത്തിന്റെ അവിടം വരെ വേദന. അതുപോലെ വേദന നമ്മൾ സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു. പകലെല്ലാം എനിക്ക് വേദനയായിരുന്നു. പക്ഷെ ഈ പ്രാർത്ഥനയുടെ സമയത്ത്, ഇപ്പോൾ ഈ സൗഖ്യത്തിന്റെ സമയത്ത് എനിക്ക് പൂർണ്ണ സൗഖ്യമാണ്. ഞാൻ അന്നേരം കൈ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നൂർക്ക് കൊടുക്കും, എല്ലാം ചെയ്തു. ഒരു വേദനയില്ല. പൂർണ്ണ സൗഖ്യവും വിടുതലും. ആമേൻ. നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്നു? എനിക്ക് ഷോൾഡർ തൊട്ട് വേദനയായിരുന്നു. കൈ ഇങ്ങനെ കഴയ്ക്കുമ്പോ ഞാനിങ്ങനെ കുടയുമ്പോ ഞൊട്ട വരും. ഇങ്ങനെ കൈയുടെ അകത്തെല്ലാം കഴപ്പും വേദനയെ എപ്പോഴും തോന്നുമായിരുന്നു. ഇപ്പം വേദന എടുക്കുന്നില്ല. ഈ മീനൊക്കെ വെട്ടി കഴിയുമ്പോ ഈ വലത് കൈ വെച്ച് ഇങ്ങനെ കത്രി വെച്ച് വെട്ടി വരുമ്പോഴത്തേക്ക് ഷോൾഡറിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം വേദന തോന്നിക്കുന്നില്ല. എത്ര നാളുടെ സിസ്റ്ററൊക്കെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ അത്? ഒരുപാട് നാള് കൊണ്ടുള്ളതാ. ഇങ്ങനെ ഞാൻ ജോലി ചെയ്യുമ്പോഴത്തേക്ക് കൈയുടെ ഷോൾഡർ. എത്ര വർഷം ഒന്ന് പറയാൻ പറ്റുമോ? വർഷം പറയാന് ഒരു 2-3 വർഷമെങ്കിലും ആയി കാണും. ഇങ്ങനെ ഈ ഷോൾഡറിനും മുട്ടിനും നടുവിനും എല്ലാം വേദന. പ്രായത്തിന്റെ ആണെന്നും പറഞ്ഞ് ഞാനൊക്കെ നടക്കും. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ സിസ്റ്റർ എന്നാ സംഭവിച്ചത്? വേദന അവിടെ നിന്ന് മാറിയോ? കൈയുടെ ഇങ്ങനെ മാറി. ഇങ്ങനെ കൈ കുടയുമ്പം ഈ മുട്ടിന്റെ ഇവിടെ ഞൊട്ട വരും. ആ ഞൊട്ടയൊന്നും ഇപ്പൊ കാണുന്നില്ല. ഓ നന്ദി കർത്താവേ. വേദന 2-3 വർഷം ഉണ്ടെന്ന വേദനയായിരുന്നു. യേശു അത് പൂർണ്ണ സൗഖ്യമാക്കി. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം അനുഭവിക്കുന്നവർ? ബ്രദറെ, എനിക്ക് പറഞ്ഞു. ഒരാഴ്ചയായിട്ട് കൈ തണ്ടയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു ഈ 2 വീലർ ഓടിക്കുന്ന സമയത്തെല്ലാം. പക്ഷെ ഇപ്പോഴും ബ്രദർ പ്രാർത്ഥനയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. തുടങ്ങിയ പോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഭുജത്തിന്റെ എവിടെയും ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ അത് കംപ്ലീറ്റ് വേദന മാറി ബ്രദറെ. ഓ നന്ദി കർത്താവേ, അങ്ങ് ഒരു വേദനയുമില്ല. ഓ നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം അനുഭവിക്കുന്നവര്? ഹലോ ബ്രദറെ. ആ പറഞ്ഞു. ഹലോ, സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ആ പറഞ്ഞു. ഒരു 2 ആഴ്ച മുമ്പ് ബ്രദറ്, 2 ആഴ്ചയല്ല, കഴിഞ്ഞ ആഴ്ച ബ്രദറ് കാറ്ററിംഗ് നടത്തുന്ന ഒരു ഭവനത്തെ കാണുന്നെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പിറ്റേ ദിവസം കിരൺ എന്ന് പറയുന്ന മകൻ ജാനുവരിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ദൂതും ബ്രദർ പറഞ്ഞിരുന്നു. ഈ സമയത്ത് ജെറി എന്ന് പറയണം എന്റെ കസിൻ രോഗിയായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അവന് കിഡ്നി ഒരെണ്ണം അല്പം ഫെയിൽ ആവാൻ തുടങ്ങി. പിന്നെ ലിവർ ഡിസോസ് ആയിരുന്നു അവന്. പിന്നെ വയറ്റില് ഫ്ലൂയിഡ് നിറഞ്ഞേർന്ന് 2 പ്രാവശ്യം. അത് കഴിഞ്ഞ് പ്രയറിന് അനുജത്തിയുടെ പേർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്ത് അവര് പ്രയറിന് കയറാൻ തുടങ്ങി. കഴിഞ്ഞ പിന്നെ ഫ്ലൂയിഡ് വയറ്റിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ഡോക്ടറെ കാണാൻ ചെന്നപ്പോ ബ്ലഡ് ടെസ്റ്റ് കണ്ടിട്ട് ഡോക്ടർ പോലും അതിശയപ്പെട്ടു. ഇത് നിങ്ങളുടെ തന്നെയാണോ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കണേ? എവിടെ കൊടുത്താ ടെസ്റ്റ് ചെയ്ത്? ഭയങ്കര വ്യത്യാസം കാണണല്ലോ എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം. ഓ നന്ദി കർത്താവേ. ഒത്തിരി വ്യത്യാസമുണ്ട് അവനിപ്പം. ഡോക്ടർ ഭയങ്കര സീരിയസ് പറഞ്ഞതാണ്. ഒരു കിഡ്നി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒരെണ്ണേ ഉള്ളു. ഒരെണ്ണം വർഷങ്ങളായിട്ട് കേടാണ്. ഒരെണ്ണം അതിനും ഇച്ചിരി വീക്ക് തുടങ്ങിയിട്ടുണ്ട്. ഓ പുതിയ കിഡ്നി ഉണ്ടായി വരുന്നതിന്റെ തുടക്കമായിട്ട് സിസ്റ്ററെ പറയണം കേട്ടോ. പുതിയ കിഡ്നി ഉണ്ടായി ഒരു കാര്യം, ഇത് വലിയൊരു സൈനാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്. ആ ഡോക്ടർ പോലും അതിശയിച്ചു പോയി ആ ശരീരത്തിൽ ഉണ്ടായ വ്യത്യാസം കണ്ട്. അങ്ങനെയെങ്കിൽ ആ കേടായതിന്റെ സ്ഥാനത്ത് പുതിയതിനെ നിർമ്മിക്കുവാൻ ശക്തിയുള്ള കർത്താവിനെ അവിടെ പറഞ്ഞു ബലപ്പെടുത്തിക്കും. അടുത്ത ഡോക്ടർ ഞെട്ടാൻ വേണ്ടി പോവാണ്. പുതിയ കിഡ്നി അവിടെ ഉണ്ടായി വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വലിയ സാക്ഷ്യത്തിന് നേരത്തെ മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, എനിക്ക് കഴുത്തിന്റെ ഇവിടെ ആയിട്ട് ഷോളറില് വലത്തെ കയ്യില് ഭയങ്കര ഒരു വേദനയായിരുന്നു. 2-3 മാസമായിട്ട് വല്ലാണ്ട് വേദന ഞാൻ അനുഭവിക്കുമായിരുന്നു. അപ്പൊ ഫസ്റ്റ് പറയുമ്പോ എന്റെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോ ഞാൻ പ്രാർത്ഥിച്ചു നോക്കി. എനിക്കൊരു മാറ്റവും കണ്ടില്ല. ഇന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം വന്നിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കൈ തിരിക്കാനും മറിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ആമേൻ. നന്ദി കർത്താവേ. കർത്താവേ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു. ഹലോ പ്രൈസ് ലോർഡ്. പറഞ്ഞു. ബ്രദറെ, പിന്നെ ഞാൻ തിരുവല്ലയിലാണ് വീട്. പിന്നെ ഞാൻ ഇവിടെ ഇപ്പം താമസിക്കുന്ന പടപ്പക്കര വൈഫിന്റെ വീട്ടിൽ അവിടെ പടപ്പക്കര, തിരുവല്ല, കൊല്ലം. അപ്പം എനിക്കൊരു കുറച്ചു നാളായിട്ട് എന്റെ കൈക്ക് ഇങ്ങനെ നമുക്ക് കുളിച്ചു കഴിഞ്ഞ് തോർത്തെടുത്തൊന്ന് പിഴിയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഭയങ്കര തള്ളവേരലിന് ഭയങ്കര വേദനയായിരുന്നു കുറച്ചു നാളായിട്ട് എനിക്ക്. അപ്പൊ ഞാൻ ഇന്ന് കുളി കഴിഞ്ഞിട്ട് കുറച്ചു നാൾ കൊണ്ടുണ്ടായിരുന്നു, ഒരു 2 വർഷമായിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ഈ നമ്മുടെ ഇടത്ത് കൈയുടെ തള്ളവിരല് അങ്ങോട്ട് അമർത്താൻ പറ്റുന്നില്ലായിരുന്നു, തോർത്ത് പിഴിയാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ ഞാനെന്നാ കഴിഞ്ഞ ബ്രദറിന്റെ ഞങ്ങൾ എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു. ഞങ്ങളെ ഓസ്ട്രേലിയയിലായിരുന്നപ്പോ ഞാൻ ബ്രദറിന്റെ എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു. ഞങ്ങൾ 2:30 ആകുമ്പോൾ കേൾക്കുമായിരുന്നു, രാത്രി അലാറം വെച്ച് കേൾക്കുമായിരുന്നു. ഹലോ ഇപ്പൊ അവിടെ വേദനയില്ല. ഞാൻ ഇപ്പൊ പോയി തോർത്തെടുത്ത് നനച്ച് ഒന്ന് പിഴിഞ്ഞു നോക്കി, മാറി.
ബ്രദറെ പിന്നെ ഒരു പേരും കൊണ്ടായിരുന്നു ബ്രദറെ ഒരു പേരും കൊണ്ടായിരുന്നു. ബ്രദറെ ഹലോ എന്റെ ഒരു ഹലോ ബ്രദറെ ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് കയറാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനിപ്പോ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അതിനകത്തൊന്ന് ബ്രദറോടൊന്ന് പറയണം എന്താണ് ബ്ലോക്ക്. ജോഷി തൃശ്ശൂരുള്ളതാണ്. ഹലോ കേൾക്കുന്നുണ്ട് ബ്രദറെ? ഹലോ ബ്രദറെ, ഞാൻ എക്സാമിന്റെ കാര്യം പറഞ്ഞു, നല്ല ടഫായിരുന്നു. ഞാൻ എന്നിട്ട് നോക്കിയപ്പോ ഓൺലൈനിൽ കുറെ ആൻസേഴ്സ് ഒക്കെ എന്റെ ശരിയാണ്. ഇനി ഒരു 38 ഉണ്ട്, അത് കിട്ടിയിട്ടില്ല. അപ്പൊ അതും കൂടി ശരിയാവാനുള്ള എനിക്ക് ആവശ്യമുള്ള മാർക്കാവും. അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും എനിക്ക് 35 എണ്ണത്തിന് ആൻസർ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ശരിയാണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് പോലത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല, അതിനി 3-4 ദിവസം കഴിയുമ്പോൾ അതിന്റെ ആൻസർ വരുന്നുണ്ടാവും. അപ്പൊ അതും കൂടി ശരിയാവാണെങ്കിൽ എനിക്കത് ഞാനത് സാക്ഷി നിന്ന് എന്തായാലും എനിക്ക് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ചെക്ക് ചെയ്യാനിരുന്നത്. അപ്പൊ ഇത്രത്തോളം ദൈവത്തിന് നന്ദി പറയണം. അത് സ്തോത്രം. എനിക്ക് പറയാനുണ്ട് പാസ്റ്ററെ. എനിക്ക് വേണ്ടി പ്രവചിച്ച് പറഞ്ഞായിരുന്നു 23/6 ലാസ്റ്റ് പറഞ്ഞ അനിൽ അഡ്വക്കേറ്റ് മുഖാന്തരം ഒരു കേസ് വസ്തു സംബന്ധമായ ഒരു കേസ് ക്ലിയർ ആകാൻ പോന്നു, അതിന്റെ കുരുക്കുകൾ അഴിയുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു പാസ്റ്റർ. 40 വർഷമായിട്ട് കുരുക്കിൽ കിടക്കുമായിരുന്നു. ഇപ്പോൾ സഹോദരങ്ങള് പിന്നെ കാണുവാനും അവർ ഒന്നിക്കുവാനും അവര് തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു അത് നമുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു സമാധാനം ദൈവം ആ കുരുക്ക് അഴിക്കാൻ തുടങ്ങി എന്ന് പൂർണ്ണമായില്ല എങ്കിലും ഒരു മിറൈക്കിൾ തന്നെയാണത്. 40 വർഷം കഴിഞ്ഞു ആ വസ്തു സംബന്ധമായ പ്രശ്നം. ഇപ്പൊ അവര് ഹലോ ബ്രദറെ. പിന്നെ ചൊവ്വാഴ്ച ഒരു സിൻഡോ എന്ന് പറയുന്ന ഒരു മോന്റെ പറഞ്ഞാലും ദൈവം തൊടുന്നെന്ന്. അത് എന്റെ മോന്റെ കൂട്ടുകാരനായിരുന്നു ബ്രദറെ. അതിന്റെ മാതാവ് ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നെ പിതാവാണ് എപ്പോഴും അങ്ങ് മദ്യപാനം ഒക്കെ, അവരുടെ വീടൊക്കെ കടത്തിലായി. ഇപ്പം വാടകയ്ക്കാണ്. പിന്നെ ഞാൻ ആ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അത് ചൊവ്വാഴ്ച പറഞ്ഞായിരുന്നു ആ മോനെ തൊടുന്നെന്നുള്ളത് പറഞ്ഞായിരുന്നു. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. ഒന്നുകൂടെ പറയാനുണ്ട് ബ്രദറെ. ഞാൻ ഈ ജനുവരി തൊട്ടായിരുന്നല്ലോ പ്രാർത്ഥനയ്ക്ക് കയറിയത്. ഇപ്പൊ ഞാൻ ആരാധനയ്ക്ക് പോകുവാൻ ഇടയായി. ഇപ്പം ഞായറാഴ്ച സ്നാനപ്പെടുകയാണ്. അതൊന്ന് സാക്ഷ്യമായിട്ട് പറയുന്നു. ഞാൻ ഹിന്ദു ആയിരുന്നു.